എന്താണ് പൗലോസേ വ്യർത്ഥ കാര്യങ്ങൾ? വിശുദ്ധ പൗലോസ് ശ്ലീഹായോട് ചോദിക്കാം, പൗലോസ് ശ്ലീഹായെ, അങ്ങ് പറഞ്ഞല്ലോ ഈ വ്യർത്ഥ കാര്യങ്ങളൊക്കെ വിടണമെന്ന്. എന്താണ് മനുഷ്യൻ വിടേണ്ടുന്ന വ്യർത്ഥ കാര്യങ്ങൾ? പൗലോസെ ഒന്ന് പറഞ്ഞു തരാമോ? അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ റോമാലേഖനം 1-ാം അധ്യായം 21, 22, 23 വാക്യങ്ങളിൽ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യർത്ഥമായ കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി രേഖപ്പെടുത്തി. നമുക്ക് ആ വേദഭാഗം ഒന്ന് വായിച്ചു കേൾക്കാം. 21, 22, 23 1-ാം അധ്യായം വായിച്ചാട്ടെ. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. മനുഷ്യൻ വ്യർത്ഥമായി തീർന്ന മേഖല എവിടെയാണ്? മനുഷ്യന് സത്യദൈവത്തെ അറിയാം, സകലത്തെയും സൃഷ്ടിച്ചൊരു ദൈവമുണ്ടെന്നറിയാം, പ്രപഞ്ചത്തെ നിർമ്മിച്ചൊരു ഏകസത്യ ദൈവമുണ്ടെന്നറിയാം. പക്ഷെ ദൈവത്തെ അറിഞ്ഞിട്ടും ആ ദൈവത്തിന് മഹത്വം കൊടുക്കാതെ, ദൈവത്തിന് കീഴ്പ്പെടാതെ മനുഷ്യൻ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥമായ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയെന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. മനുഷ്യർക്ക് ദൈവത്തെ അറിയാം, സൃഷ്ടാവായ ഒരു ദൈവമുണ്ടെന്ന് മനുഷ്യർക്കറിയാം. എന്നിട്ടും ആ സൃഷ്ടാവായ ദൈവത്തെ നമസ്കരിക്കുകയോ നന്ദി കാണിക്കുകയോ മഹത്വപ്പെടുത്തുകയോ ചെയ്യാതെ മനുഷ്യൻ വ്യർത്ഥമായ പ്രവർത്തികൾ ചെയ്തുകൊണ്ടു പോകുന്നു എന്നാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്. ഹേ പൗലോസേ, എന്താണ് മനുഷ്യൻ ചെയ്യുന്ന വ്യർത്ഥമായ പ്രവർത്തനങ്ങൾ? അതുകൂടി ഒന്ന് പറഞ്ഞു തരാമോ? തൊട്ടടുത്ത വാക്യം, എന്താണ് മനുഷ്യൻ ചെയ്തത്? അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. മനുഷ്യന്റെ വിവേകമില്ലാത്ത ഹൃദയത്തിന്റെ അകത്ത് ഇരുട്ട് കയറി. ചോദ്യം, എന്താണ് ഈ ഇരുട്ട്? ഏതാണ് ഈ ഇരുട്ട്? ഉത്തരം പിന്നാലെ പറയാം. അടുത്ത വാക്ക്, ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢന്മാരായി പോയി. മനുഷ്യന്റെ പൊതു സ്വഭാവം പൗലോസ് ശ്ലീഹ വിളിച്ചു പറയുകയാണ്. ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢന്മാരായിപ്പോയി. മനുഷ്യന്റെ ഒരു പൊതു സ്വഭാവമാണ് ജ്ഞാനികൾ എന്ന് പറഞ്ഞാൽ എനിക്കെല്ലാം അറിയാം, എന്നെ ആരും പഠിപ്പിക്കണ്ട. മനുഷ്യന്റെ ഒരു പൊതു സ്വഭാവമാണ്. എനിക്കിതൊക്കെ അറിയാം, ഇതിൻ്റെയൊക്കെ പണ്ടേ പോയി പഠിച്ച ആളാണ് ഞാൻ, എന്നെ നിങ്ങളാരും ഉപദേശിക്കാൻ വരണ്ട എന്ന് പറയുന്ന ഒരു പൊതു സ്വഭാവം മനുഷ്യനുണ്ട്. അതുകൊണ്ട് ആ വേദപുസ്തകം പറയുന്ന ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യൻ മൂഢരായി പോയി. ശ്രദ്ധിക്കണം, എൻ്റെ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പറയാം. തിരുവനന്തപുരത്തിൻ്റെ തെക്കേ അറ്റം പാലോട്, അവിടെ ഒരു മീറ്റിങ്ങിന് പോയി. ആ സംഘാടകനായിരിക്കുന്ന പാസ്റ്റർ എന്നോട് പറഞ്ഞു, എൻ്റെ ഒരു ബന്ധു ഇവിടെ ഉണ്ട്, ആള് കത്തോലിക്ക ഭക്തനാ, എന്നാലും സത്യസുവിശേഷം ഒന്ന് പറയണം. ഞാൻ പറഞ്ഞു, പറയാം, എന്നാൽ നമുക്കൊന്ന് അങ്ങോട്ട് പോകാം. അങ്ങനെ ആ വീട്ടിൽ ചെന്നു. അച്ചായനോട് ഞാൻ പറഞ്ഞു, അച്ചായ, എൻ്റെ പേര് ഷമീർ എന്നാണ്, ഞാൻ കൊല്ലം സ്വദേശിയാണ്, കർത്താവിനെ കുറിച്ചൊന്ന് സംസാരിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഇങ്ങോട്ട് വന്നതാണ്. പറഞ്ഞോ, കുഴപ്പമില്ല. അപ്പം ഞാൻ പറഞ്ഞു, അച്ഛാ, യഥാർത്ഥമായി കർത്താവിനെ കുറിച്ച് എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത്? വേദപുസ്തകം വായിക്കാറുണ്ടോ എന്നൊക്കെ അങ്ങോട്ട് തുടങ്ങി വച്ചതും അച്ഛൻ എന്നോട് ചോദിക്കുകയാണ്, മോൻ എത്ര കാലമായി ഇങ്ങോട്ട് വന്നിട്ട്? അന്ന് ഒരു 7-8 വർഷമേ ആയുള്ളൂ, ഇന്ന് 20 വർഷമായി. അന്ന് ഞാൻ പറഞ്ഞു, അച്ഛാ, ഒരു 7-8 വർഷം അത്രയല്ലേ ഉള്ളൂ, എനിക്ക് വയസ്സ് 54 ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു, മനസ്സിലായില്ല. 54 വർഷമായിട്ട് ക്രിസ്ത്യാനിയായി ജീവിക്കുന്ന എൻ്റെ അടുത്താണോ ഇന്നലെ ഇറങ്ങിയ മോൻ യേശുവിനെ കുറിച്ച് പറയാൻ വന്നത്? കണ്ടോ മനുഷ്യൻ്റെ ഭാവം. 54 വർഷം. അതിന് ചില ആളുകൾ പറയുന്നത് പെന്തക്കോസ്തരോ, അവർ ഇന്നലെ പെയ്ത മഴയിൽ കിളിർത്ത തകര എന്നാണ് പറയുന്നത്. അങ്ങനെ പറയുന്നവരോട് ഞാൻ പറയും, കിളിർത്തല്ലോ, മണ്ടയടച്ച് പോയില്ലല്ലോ എന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. അപ്പോൾ അതുകൊണ്ട് ഈ അച്ചായൻ പറയുകയാണ്, എൻ്റെ അടുത്ത് ഇതൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല, എനിക്കെല്ലാം അറിയാം. ഞാൻ പറഞ്ഞു, ആട്ടെ അച്ഛാ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ മനുഷ്യനോട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം കുടം കമഴ്ത്തി വെച്ചിട്ട് വെള്ളം ഒഴിക്കുന്ന പോലെ ഉള്ളൂ. അതുകൊണ്ട് സാരമില്ല, ശരി എന്നാൽ പ്രാർത്ഥിച്ചിറങ്ങട്ടെ എന്ന് ചോദിച്ച് എഴുന്നേറ്റ് നിന്നു. പ്രാർത്ഥിക്കാൻ എഴുന്നേറ്റ് നിന്നപ്പോൾ എൻ്റെ മനസ്സിലൂടെ ചുമ്മാ ഒരു കൗതുകം, ഒരു കുസൃതി കടന്നുപോയി. ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛാ, ഞാനൊരു കുഞ്ഞു കാര്യം ചോദിച്ചോട്ടെ? എന്നാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, യേശുവിൻ്റെ പേരെന്താണെന്ന് അച്ഛൻ അറിയാമെന്ന് ചോദിച്ചു. നമ്മുടെ സൺഡേ ക്ലാസ്സിലെ പിള്ളേരോട് ചോദിച്ചാൽ പറയുന്ന കാര്യമാണ്, വലിയ അന്താരാഷ്ട്ര ക്വസ്റ്റ്യൻ ഒന്നും അല്ലെന്ന് എനിക്കും അറിയാം. എന്നാലും ചുമ്മാ ഒരു കൗതുകം ഞാൻ ചോദിച്ചു, യേശുവിൻ്റെ പേരെന്താണെന്ന് അറിയാമോ എന്ന്. അച്ചായൻ പറഞ്ഞ മറുപടി അച്ചായൻ്റെ ഭാഷയിൽ തന്നെ ഞാൻ പറയാം. അച്ചായൻ പറയാണ്, യാശുവിൻ്റെ പേര് യാശു, ഇപ്പോൾ വേറെന്തൊരു പേരിരിക്കണം യാശുവിനെന്ന്. പുള്ളി ചോദിക്കുകയാണ്, യാശുവിൻ്റെ പേര് യാശു, ഇപ്പോൾ വേറെന്തൊരു പേരിരിക്കണം യാശുവിന്? അപ്പോൾ ഈ വേറെന്തെങ്കിലും പേരുകളുണ്ടാ? അടുത്ത് നിൽക്കുന്നവനോട് ചോദിക്കുകയാണ്. 54 വർഷമായി ക്രിസ്ത്യാനിയായി ജീവിക്കുന്നു എന്ന് പറയുന്ന മനുഷ്യനോട് യേശുവിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ അതറിയത്തില്ല പോലും. അപ്പോൾ ഇതിനകത്തിരിക്കുന്ന ചിലർ കണ്ടു തള്ളുക, അതന്നെ ആ പേരെന്ന്. വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ്, ദൈവം നമ്മോടുകൂടെ എന്ന് അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കപ്പെടും. അപ്പോൾ അങ്ങനെ ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്ന ആ പേര് എന്നതുപോലും അറിയാതെ ഞാൻ ജനിച്ചതേ ക്രിസ്ത്യാനിയാണ്, എനിക്കെല്ലാം അറിയാം, എന്നെ ആരും പഠിപ്പിക്കണ്ട എന്ന് പറയുന്ന മനുഷ്യനെ പോലെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യൻ മൂഢരായി പോയി. ഇനി വേണമെങ്കിൽ ഒരു തെളിവും കൂടെ ഞാൻ പറയാം. നിങ്ങളുടെ ഈ നാട്ടിൻപുറത്ത് കൂടലിൽ ഒരു മനുഷ്യനൊരു ക്യാൻസർ പിടിച്ചെന്നിരിക്കട്ടെ, ഉദാഹരണം, ക്യാൻസർ ബാധിച്ചു. നിങ്ങൾ ചെന്നിട്ട് പറഞ്ഞു, അച്ചായ ക്യാൻസർ ആണെന്ന് അറിഞ്ഞല്ലോ, ഇങ്ങനെയൊക്കെ കേട്ടല്ലോ എന്ന് നിങ്ങൾ ചെന്ന് പറഞ്ഞെന്നിരിക്കട്ടെ. അതെ, ഇങ്ങനെയൊക്കെ വന്നു. പിന്നെ അപ്പുറത്തെ സഭയിൽ
ഒരു 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടക്കുന്നുണ്ട്. അച്ചായൻ ഒന്ന് അവിടെ പോവാമോ, ദൈവം സൗഖ്യമാക്കിയാലോ എന്ന്. ഉണ്ടെങ്കിൽ പുള്ളി ചോദിച്ചു, അവിടെ അല്ല അപ്പുറത്തെ സഭയിൽ. ഏത് സഭയിൽ? അല്ല പ്രാർത്ഥിക്കുന്ന പെന്തക്കോസുകാർ. ഞാൻ പെന്തക്കോസുകാരെടുക്കും. അല്ല പെണ്ണുങ്ങളെല്ലാം കൂടെ മൂടിട്ടിടിക്കുന്ന സ്ഥലം, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അവരെല്ലാം കൂടി ഇങ്ങനെ തുത്തുന്ന് പറഞ്ഞ് മൂടിട്ടിടിക്കുന്ന സ്ഥലമല്ലേ? അവിടെയൊക്കെ ഞാൻ പോകാനോ? എൻ്റെ കുടുംബം ഏതാണെന്നറിയാമോ, ഞങ്ങളുടെ പള്ളി ഏതാണെന്നറിയാമോ എന്നൊക്കെ പറഞ്ഞ് അച്ചായൻ പൊട്ടിത്തെറിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ വേറൊരാൾ വന്നിട്ട് പറഞ്ഞു, അച്ഛാ ദേ വയനാട്ടിൽ കേളു വൈദ്യൻ എന്ന് പറഞ്ഞൊരു വൈദ്യൻ ഇറങ്ങിയുണ്ട്, പുള്ളി എല്ലാം ചികിത്സ, നമ്മുടെ MLA-മാരൊക്കെ അവിടെ പോയി ചികിത്സിക്കുന്നതാണ് കേളു വൈദ്യൻ. എന്നാൽ വിടാന്ന് പറയും. വിടടാ വണ്ടി, വയനാട് വിട്ടു. വയനാട്ടിൽ ചെന്ന് കേളു വൈദ്യൻ നോക്കിയിട്ട് പറഞ്ഞു, നമ്മുടെ കയ്യിൽ നിൽക്കുന്നതിൻ്റെ അപ്പുറത്തെ കാര്യം പോയി. അതുകൊണ്ട് കർണാടകയിൽ ക്യാൻസറിൻ്റെ ഒരു മരുന്ന് ഇറങ്ങിയിട്ടുണ്ടെന്ന് പിള്ളേരിങ്ങനെ ഫേസ്ബുക്കിലൊക്കെ പറയുന്നു, അങ്ങോട്ട് വിട്ടോളാൻ പറഞ്ഞു. കർണാടക വിടറാ വണ്ടി, കർണാടക വിട്ടു. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഇത് കൈപ്പിടി നിൽക്കത്തില്ല, ഡൽഹിയിലോട്ട് വിട്ടോ, അവിടെ കേന്ദ്രമന്ത്രിമാരെ ചികിത്സിക്കുന്ന പ്രത്യേക വിങ് ഉണ്ട്, അവിടെ വിട്ടോളാൻ പറഞ്ഞു. നേരെ വിട്ടു ഡൽഹിക്ക്. ഡൽഹി ചെന്നപ്പോൾ അവർ പറഞ്ഞു, കുഴപ്പ കേസാണ്, നേരെ മലേഷ്യക്ക് വിട്ടു, അടുത്ത ഫ്ലൈറ്റ് പിടിച്ചോളാൻ പറഞ്ഞു. മലേഷ്യ ചെന്ന് അവിടെയും കുറച്ച് ദിവസം നോക്കി. അവർ പറഞ്ഞു, ഒക്കത്തില്ല, പണി കഴിഞ്ഞു, ഏകദേശം ഡേറ്റ് എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞു. അവസാനം കറങ്ങി തിരിഞ്ഞ് പുള്ളി തിരിച്ച് കൂടൽ വന്നു കഴിഞ്ഞപ്പം നിങ്ങൾ വീണ്ടും ചെന്നിട്ട് പറയാണ്, അച്ഛാ ഇനി അവിടെ ഒരു 3 ദിവസവും കൂടെ ഉള്ളൂ പ്രാർത്ഥന, ഒന്ന് അങ്ങോട്ട് പോന്നോ? അന്നേരം ഈ പുള്ളി പറയുന്നത് അറിയോ? എന്നാ പിന്നെ ഒന്ന്. ഇതാണ് മനുഷ്യൻ. ശരിയല്ലേ ഞാൻ പറഞ്ഞേ? അങ്ങനെയാ മനുഷ്യൻ്റെ ഒരു പൊതു സ്വഭാവമാണ്. എനിക്കെല്ലാം അറിയാമെന്ന് പറയുന്ന ഒരു ഭാവം മനുഷ്യനിലുണ്ട്. അതുകൊണ്ട് എല്ലാം കഴിയുമ്പോൾ പറയാം, എന്നാൽ പിന്നെ ഒന്ന് അങ്ങോട്ട് പോയി നോക്കാം എന്ന് പറയും. അത് മനുഷ്യൻ്റെ ഒരു പൊതു സ്വഭാവം. അങ്ങനെ ഒരു തലത്തിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. എന്നാൽ പിന്നെ ഒന്ന് പോയി നോക്ക്, പത്രോസിനെ കർത്താവ് വിളിച്ചത് എങ്ങനെയാ? പത്രോസെ വള്ളവും വലയും വിട്ട് എന്നെ അനുഗമിക്കുക. കാരണം എന്താ? കർത്താവിനെ അറിയാം, ഇവൻ വിളിച്ചാൽ ഉടനെ വരുന്നവനാ. അതുകൊണ്ട് വള്ളവും വലയും. പൗലോസിനെ വിളിച്ചത് എങ്ങനെയാ? പൗലോസെ കുതിര വിട്ടുകൊണ്ട് എന്നെ അനുഗമിക്കാന്നാണോ പറഞ്ഞത്? ആണോ? അല്ല. പൗലോസിനെ എങ്ങനെയാ വിളിച്ചേ? കുതിരപ്പുറത്ത് ഇങ്ങനെ പാഞ്ഞു മസിലും ഭരിച്ച് പോകുമ്പോൾ കോട്ടുത്രൊറ്റ വീക്ക്, കുതിരപ്പുറത്തുനിന്ന് താഴെ വീണു, കണ്ണിൻ്റെ പീസടിച്ചു പോയി. കണ്ണിൻ്റെ പീസടിച്ചു പോയപ്പോൾ അവൻ കർത്താവിനെ കണ്ടു. ഇപ്പം 2 തരം ആളുകളാണ്. ഒരുത്തൻ സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ടു, കർത്താവിൻ്റെ പുറകെ ഇറങ്ങി. മറ്റവൻ അടി കിട്ടി, കണ്ണിൻ്റെ പീസടിച്ചു പോയപ്പോൾ കർത്താവിനെ കണ്ടു. ഇന്നും ചില ആളുകൾ എങ്ങനെയാണ്? ആരോഗ്യത്തോടിരിക്കുമ്പോൾ ഇത് പറഞ്ഞാൽ തലേ കയറത്തില്ല. കണ്ണും കരലും കിഡ്നിയും അടിച്ചു പോയി ICU യൂണിറ്റിൽ കിടക്കുമ്പോൾ പാസ്റ്ററെ വിളി എന്ന് പറയുന്ന ആളുകളുണ്ട്. എന്ന് പറഞ്ഞാൽ ആരോഗ്യത്തോടിരിക്കുമ്പോൾ ഇതങ്ങ് കേട്ടുകൂടെ? വല്ല കുഴപ്പമുണ്ടോ? അപ്പം ഇത് മനുഷ്യൻ്റെ ഒരു പൊതു സ്വഭാവമാണ്. ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യൻ മൂഢരായിപ്പോയി. എന്തൊക്കെ മൂഢത്വമാണ് മനുഷ്യൻ ചെയ്തത്? വായിക്കാൻ താഴോട്ട്. ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി. എന്നിട്ടോ അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിന് അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. കണ്ടോ? മനുഷ്യന്റെ വ്യർത്ഥമായ പ്രവർത്തികൾ എവിടെ ചെന്നെത്തി? മനുഷ്യന്റെ ഹൃദയത്തിൻ്റെ അകത്ത് ഇരുട്ട് കയറിയപ്പോൾ അക്ഷയനായ മഹാദൈവത്തിനെ, പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച ചമച്ച പടച്ചുണ്ടാക്കിയ ജീവനുള്ള ദൈവത്തെ മനുഷ്യൻ മറന്നിട്ട് അവൻ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ആർക്ക് കൊടുത്തു? പറ. സൃഷ്ടിക്ക് കൊടുത്തു. ഏതാ സൃഷ്ടി? ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കൊണ്ട് അവയ്ക്ക് മഹത്വം കൊടുക്കാൻ തുടങ്ങി. മനുഷ്യൻ്റെ വ്യർത്ഥമായ കാര്യം. ഞാനത് പറയുമ്പോൾ ഓർക്കുന്നത്, ഞങ്ങളുടെ നാട്ടിലെ ക്രിസ്ത്യാനി ഇതിനെ 4നെയും കൂടെ ഒന്നിച്ച് ഒരു കൂട്ടിലാക്കി വെച്ചിരിക്കുകയാണ്. മനുഷ്യൻ, നാൽക്കാലി, ഇഴജാതി. അപ്പം നിങ്ങൾ ചോദിക്കും, അപ്പോൾ പക്ഷി എന്ത് ചെയ്യുന്നു? വീട്ടിൽ പോയി ആ ഫോട്ടോയിൽ ഒന്നുകൂടെ നോക്കണം. ഇപ്പോൾ ഇഴജാതിക്ക് 2 ചിറകും കൂടെ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കണം, മനുഷ്യൻ, നാൽക്കാലി, ഇഴജാതി, പക്ഷി 4നെയും കൂടെ ഒന്നിച്ച് ഒരു കൂട്ടിലാക്കി വെച്ചിട്ട് ഞങ്ങൾ ജനിച്ചതേ ക്രിസ്ത്യാനിയാന്ന് പറയുക. ആമേ. നോക്കൂ, അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവിടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളയുന്ന മനുഷ്യനെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, എൻ്റെ പ്രിയപ്പെട്ട ഭക്തനായ ചാക്കോച്ചനെന്നല്ല, മൂഢനായി പോയവൻ. അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവിടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. മനുഷ്യൻ എങ്ങനെയാ? അവൻ്റെ അകത്ത് ഇരുട്ട് കയറിയപ്പോൾ അവൻ കാണിക്കുന്ന വ്യർത്ഥമായ പരിപാടികൾ സൃഷ്ടാവിന് കൊടുക്കേണ്ട മഹത്വം സൃഷ്ടിക്ക് കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് ചില ആളുകൾ ഇടഞ്ഞു പോകുന്നതിനും ദൈവമായിട്ട് വിശ്വസിക്കുന്ന ആളുകൾ നമ്മുടെ സാക്ഷര കേരളത്തിലുണ്ട്, ഇടഞ്ഞു പോകുന്നതിന്. എന്നാൽ ഈ ദൈവം ഭക്തനെ കാണാൻ തിരിച്ച് വീട്ടിലോട്ട് വന്നാൽ വാവ സുരേഷിനെ വിളിക്കുന്ന രംഗമാണ്. അത് മനസ്സിലാക്കാനുള്ള മിനിമം ബോധം മനുഷ്യൻ്റെ മൂളയ്ക്കകത്തുണ്ടായിരുന്നെങ്കിൽ ഇത് ചെയ്യത്തില്ലല്ലോ. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത്, അക്ഷയനായ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ദൈവത്തിന് കൊടുക്കാതെ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവിടെ രൂപസാദൃശ്യമാക്കി മനുഷ്യൻ മാറ്റിക്കളയുകയാണ്. സൃഷ്ടാവിന് കൊടുക്കേണ്ട മഹത്വം സൃഷ്ടിക്ക് കൊടുത്തു. ഒറ്റ വാചകത്തിൽ ചോദിക്കാം, ഒറ്റ ഉത്തരം. മനുഷ്യനെ സൃഷ്ടിച്ചതാര്? പറ.
പോരാ, നിങ്ങളുടെ സ്പീഡ് പോരാ. മനുഷ്യനെ സൃഷ്ടിച്ചതാര്? ദൈവം. വീണ്ടും ഒരു ചോദ്യം, അതേ സ്പീഡിൽ ഉത്തരം തരണം. മനുഷ്യനെ സൃഷ്ടിച്ചതാര്? ദൈവം. ഇന്ന് 2023 കമ്പ്യൂട്ടർ യുഗത്തിൽ ചോദ്യം മാറ്റി ചോദിക്കുന്നു. മനുഷ്യനെ സൃഷ്ടിച്ചതാര്? ദൈവം. ദൈവത്തെ സൃഷ്ടിക്കുന്ന ആര്? മനുഷ്യൻ. അതാണ് വ്യത്യാസം. ഇന്ന് ദൈവത്തെ സൃഷ്ടിക്കുന്ന മനുഷ്യനാണ്. ഏത് തരത്തിൽ വേണം? കളർ വേണോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണോ, ലിപ്സ്റ്റിക് ഇട്ട വേണോ, ഇടാതെ വേണോ, കളർ അടിച്ച വേണോ, കളർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണോ, അങ്ങനെ ഏത് നിലയിൽ വേണം, നിൽക്കുന്ന വേണോ, ഇരിക്കുന്ന വേണോ, കിടക്കുന്ന വേണോ, ഏത് നിലയിൽ വേണമെങ്കിലും മനുഷ്യൻ നിർമ്മിച്ചു തരും. അപ്പോൾ മേപ്പോട്ട് വലിക്കുന്ന ശ്വാസം കീപ്പോട്ട് വിടാൻ കഴിയാതെ പോയാൽ വാഴത്തടി പോലെ കിടക്കുന്ന പീറ മനുഷ്യനാണ് സർവശക്തനായ ദൈവത്തെ നിർമ്മിക്കുന്ന ഗതികേടിലേക്ക് മനുഷ്യന്റെ മൂഢത്വം വഴിമാറി. എന്തുകൊണ്ട് വഴിമാറി? അവന്റെ അകത്ത് ഇരുട്ട് കയറി. ഇരുട്ട് കയറിയപ്പോൾ ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യൻ മൂഢനായി പോയി. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവിടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞുകൊണ്ട് സൃഷ്ടാവിന് കൊടുക്കേണ്ട മഹത്വം മറന്നുകൊണ്ട് സൃഷ്ടിക്ക് മഹത്വം കൊടുക്കുന്ന മൂഢ മനുഷ്യനോട് ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, നീ വ്യർത്ഥകാര്യങ്ങളെ വിട്, നീ വ്യർത്ഥകാര്യങ്ങളെ വിട്. ഇന്ന് രാത്രി ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലത്തെ ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിങ്കലേക്ക് വരുവീൻ. അതാണ് ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്ന സുവിശേഷം. ഇതാണ് അപ്പോസ്തലന്മാർ പഠിപ്പിച്ച സുവിശേഷം. അല്ലാതെ ബിസിനസ് തകർച്ചയോ, ഭാരപ്പെടേണ്ട, കടഭാരമോ, യേശു വിടുവിക്കുന്നു, ആമേൻ, രോഗിയോ, ഇതൊന്നും പറയുന്ന പരിപാടിയല്ല അപ്പോസ്തലന്മാർ മര്യാദയ്ക്ക് ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് തിരിയണം. അതാണ് സുവിശേഷം. മനസ്സിലായോ? ഇതൊന്നും പറയാതെ കഷണ്ടിയിൽ മുടികൾ ഇർപ്പിക്കുന്നു, യേശു പല്ലിൻ്റെ ബോർഡടയ്ക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ നടക്കുന്ന വട്ടന്മാർ കാരണമാണ് സുവിശേഷത്തിൻ്റെ വാതിലടഞ്ഞു പോയത്. ഇന്ന് രാത്രി പച്ചയായ സുവിശേഷം എന്തെന്ന ദേശത്തോട് വിളിച്ചു പറയുക, മാനസാന്തരപ്പെട്ട ജീവനുള്ള ദൈവത്തിങ്കലേക്ക് ഇന്ന് രാത്രി തിരിയണം. ഇത് നിന്റെ ലാസ്റ്റ് വണ്ടിയാണ്, ഇത് നിന്റെ ലാസ്റ്റ് വണ്ടിയാണ്. ആമേൻ. ഇനിയൊരു ബസ്സിൽ കയറാൻ ഒരു വണ്ടി നിനക്കുണ്ടാവത്തില്ലെന്ന് തിരിച്ചറിഞ്ഞു. പറഞ്ഞത് മനസ്സിലായോ? ഒരുപക്ഷെ ഇത് നിന്റെ ഒടുവിലത്തെ സന്ദേശമായിരിക്കാം. ഇനിയൊരു സന്ദേശം കാതിൽ കേൾക്കാൻ നാളെ രാവിലെ നീ ഉണരുമോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ ഉറപ്പില്ലാത്ത കാലഘട്ടമാണ്. അതുകൊണ്ട് വിളിച്ചു പറയാം, ദേ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലത്തെ ഉണ്ടാക്കിയ നീ ഉണ്ടാക്കിയതല്ല, നിന്നെ ഉണ്ടാക്കിയ ജീവനുള്ളൊരു ദൈവമുണ്ട്. ഇന്ന് രാത്രി ജീവനുള്ള ദൈവത്തിങ്കലേക്ക് തിരിയണം. ആമേൻ. അതാണ് സുവിശേഷം. അത് പറയാനാണ് സുവിശേഷം. അത് പറയാനുള്ള ഉറപ്പില്ലെങ്കിൽ നീ പള്ളിക്കകത്ത് രക്തസ്രാവക്കാരിയെ തൊട്ട് അത് എന്ന് വിറപ്പിച്ചുകൊണ്ട് അവിടെ ഇരുന്നോണം, പുറത്തിറങ്ങരുത്. സുവിശേഷം പറയാൻ ആംബിയർ ഉണ്ടെങ്കിൽ സുവിശേഷം പറയണം. ഇന്ന് സുവിശേഷത്തിൻ്റെ വേദികളിൽ എന്തൊക്കെയോ പറഞ്ഞ് നേരം കളയും, ഇല്ലേ ചാ? എന്തൊക്കെയോ പറഞ്ഞങ്ങ് പോവുക. അതിനപ്പുറത്ത് വിളിച്ചു പറയണം, ജീവിച്ചാലും മരിച്ചാലും ക്രിസ്തുവിന്. ആമേൻ. എനിക്ക് ജീവിക്കുന്ന ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും. അങ്ങനെയെങ്കിൽ വിളിച്ചു പറയാം, ഇന്ന് രാത്രി ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് തിരിയണം. എന്തുകൊണ്ടാണ് മനുഷ്യനെ ജീവനുള്ള ദൈവത്തെ തിരിച്ചറിയാൻ കഴിയാത്തത്? പൗലോസ് ശ്ലീഹ ഒന്ന് പറഞ്ഞു തരൂ. എന്തുകൊണ്ടാണ് ഈ സത്യം മനുഷ്യന് ബോധ്യപ്പെടാത്തത്? എത്ര പറഞ്ഞു കൊടുത്താലും എന്തുകൊണ്ടാണ് ഇത് മനുഷ്യന്റെ തലയിൽ കയറാത്തത്? ഒന്ന് പറഞ്ഞു തരാമോ പൗലോസെ? അദ്ദേഹം പറഞ്ഞു തരും. 2 കൊരിന്ത്യ ലേഖനം 4-ാം അധ്യായം 3-4 വാക്യങ്ങളിലൂടെ അപ്പോസ്തലനായ പൗലോസിന്റെ വാക്കുകൾ വളരെ ശ്രദ്ധയോടെ കേൾക്കുക. എന്തുകൊണ്ടാണ് ഇത് മനുഷ്യന്റെ തലയിലോട്ട് കയറാത്തത്? 2 കൊരിന്ത്യ ലേഖനം 4-ാം അധ്യായം 3-4 വാക്യങ്ങൾ വായിച്ചാട്ടെ. എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നു എങ്കിൽ നശിച്ചു പോകുന്നവർക്ക് അത്രേ മറഞ്ഞിരിക്കുന്നു. അപ്പൊ ഞങ്ങളുടെ സുവിശേഷം എന്താണ്? സുവിശേഷം എന്ന് ഞാൻ ആദ്യം പറഞ്ഞു, ഒന്നുകൂടെ പറയാം. ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവം, അതാണ് ഞങ്ങളുടെ സുവിശേഷം. ആ ജീവനുള്ള ദൈവം സുവിശേഷം ആർക്കെങ്കിലും മറഞ്ഞിരിക്കുന്നെങ്കിൽ ആർക്കാ മറഞ്ഞിരിക്കുന്നത്? നശിച്ചു പോകുന്നവർക്ക്, അഥവാ നരകത്തിലേക്ക് ടിക്കറ്റ് റിസർവേഷൻ ചെയ്തിരിക്കുന്നവർക്കാണ് ഇത് മറഞ്ഞിരിക്കുന്നത്. നരകത്തിൻ്റെ ഓഹരിക്കാരാണ് ഇത് തലേ കയറാത്തത്. എത്ര വട്ടം പറഞ്ഞിട്ടും നിന്റെ തലയ്ക്കകത്ത് ഇത് കയറുന്നില്ലെങ്കിൽ നിന്റെ ടിക്കറ്റ് നരകത്തിന് റിസർവേഷൻ ചെയ്തിരിക്കുകയാണ്. നീ നശിച്ചു പോകാനിരിക്കുകയാണ്. ഇന്ന് രാത്രി ആ തിരിച്ചറിവുണ്ടെങ്കിൽ നീ നരകത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് നിത്യമായ സ്വർഗരാജ്യത്തിലേക്ക് നിനക്ക് പ്രവേശിക്കാം. അതാണ് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം. അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, ഞങ്ങളുടെ സുവിശേഷം അഥവാ ജീവനുള്ള ദൈവം ആർക്കെങ്കിലും മറഞ്ഞിരിക്കുന്നെങ്കിൽ അത് നശിച്ചു പോകുന്നവർക്ക് അത്രേ മറഞ്ഞിരിക്കുന്നു. തീർന്നില്ല, അടുത്ത വാക്ക്. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. അതുകൊണ്ട് ശ്രദ്ധിച്ചേ, മനുഷ്യന്റെ അകത്ത് കയറിയ ഇരുട്ട്, ആ ഇരുട്ട് മാറണമെങ്കിൽ ഒരു പ്രകാശം അകത്തോട്ട് ചെല്ലണം. എന്നാൽ പൗലോസ് പറയുകയാണ്, ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം അകത്തോട്ട് കയറാതിരിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം മനുഷ്യന്റെ ഹൃദയത്തെ കുരുടാക്കി വെച്ചിരിക്കുന്നു. എന്തുകൊണ്ട് ഈ യാഥാർത്ഥ്യം നിന്റെ തലയിൽ കയറുന്നില്ല? എത്ര കേട്ടിട്ടും എത്ര ലളിതമായി പറഞ്ഞു തന്നിട്ടും ഈ സുവിശേഷത്തിന്റെ യാഥാർത്ഥ്യം എന്തേ നിന്റെ ഹൃദയത്തിൽ കയറുന്നില്ല? മറുപടി, ഈ ലോകത്തിന്റെ ദൈവം അഥവാ പിശാച് അഥവാ പാപം നിന്റെ ഹൃദയത്തിന്റെ അകത്ത് കുടിയിരിക്കുന്നു.
നിന്റെ ഹൃദയത്തിൻ്റെ അകത്ത് പാപമെന്ന് പറയുന്ന ഇരുട്ട്, ഈ ലോകത്തിൻ്റെ ദൈവം കുടിയിരിക്കുന്നത് കൊണ്ടാണ് എത്ര പറഞ്ഞിട്ടും ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശം നിന്റെ അകത്തോട്ട് കയറാത്തത്. നിന്റെ ഹൃദയത്തിൻ്റെ അകത്ത് പാപമിരിക്കുന്നത് കൊണ്ടാണ്. മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് ഏദനിൽ നിന്ന് കടന്നുകൂടിയ പാപം. അതുകൊണ്ട് വേദപുസ്തകം വിളിച്ചു പറയുന്നു, ഏകനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു. ഒരു വ്യത്യാസവുമില്ല. സർവ്വ മനുഷ്യരും പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയി. ദൈവത്തോടൊന്നിച്ച് ദൈവത്തോടൊപ്പം വസിക്കുവാൻ ഏദൻ പൂങ്കാവനത്ത് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. എന്തുകൊണ്ട്? പാപം മനുഷ്യൻ്റെ അകത്തു കയറി. പാപം മനുഷ്യൻ്റെ അകത്ത് കയറി എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് അത് തമാശയാണ്. ഒരിക്കലൊരു ചേട്ടൻ വന്ന് ചോദിച്ചു, ഉപദേശി, പാപം മനുഷ്യൻ്റെ അകത്ത് കയറി എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. അതെ, പണ്ടങ്ങാണ്ട് ഒരു ആൻറ്റി ഒരു ആപ്പിൾ തിന്നതിനാണോ ഇത്രയും വലിയ പ്രശ്നം? പണ്ടങ്ങാണ്ട് ഒരു ആൻറ്റി ഒരു ആപ്പിൾ തിന്നതിനാണോ ഇത്രയും വലിയ പാപം? അതിനാണോ ഇത്രയും വലിയ വിഷയം ദൈവം ഉണ്ടാക്കിയത്? എന്നെ കേൾക്കുന്ന മാന്യ സഹോദര, ഒരു പഴം തിന്നതാണോ പാപം? അല്ല. ആപ്പിളെന്നോ ഓറഞ്ചെന്നൊന്നും ബൈബിളിലില്ല. പക്ഷേ പല ചേട്ടന്മാരും അത് ആപ്പിളാക്കി വെച്ചിരിക്കട്ടെ, കുഴപ്പമില്ല, നല്ല ഭക്ഷണമാണല്ലോ. എന്നാൽ ഇത് പഴം തിന്നതാണോ പാപം? അല്ല. പിന്നെ എന്താ പാപം? ദേ ഒന്ന് ശ്രദ്ധിച്ചേ. രണ്ട് വീട്ടുകാർ തമ്മിൽ അതിര് തർക്കമുണ്ടായെന്ന് ചിന്തിക്കുക. വസ്തുതർക്കം. രണ്ട് വീട്ടുകാരും തമ്മിൽ അടിയായി. നാട്ടുകാർ പോലീസിനെ വിളിച്ചു. പോലീസ് വന്നു. സമാധാനിപ്പിക്കാൻ നോക്കി, നടക്കുകയില്ല. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് വരാൻ പറഞ്ഞു. അവർ വന്നു. കോടതി കേസെടുക്കും, അല്ലെങ്കിൽ നിങ്ങളിവിടെ സമാധാനത്തിൽ പോകണം. പറ്റില്ല, എന്നാൽ കേസെടുക്കാൻ പറഞ്ഞു. ശരി. അടുത്തുള്ള മത്തായിയുടെ കടയിൽ നിന്ന് 2 രൂപയുടെ വള്ളിക്കയർ മേടിച്ചുകൊണ്ട് വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റിയടിച്ച് വലിച്ചു തിരിച്ച് കെട്ടി. ഇനി കോടതി വിധി വരുന്നവരെ ഇവിടെ തമ്മിലടിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. ശരി, 2 വീട്ടുകാരും സമ്മതിച്ചു. പോലീസും പോയി, റവന്യൂവും പോയി. ദേ ഒരു വീട്ടിലെ ചെറുക്കനുണ്ട്, തലതെറിച്ചവൻ. അവനൊരു പിച്ചാത്തി എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വന്നു. അവന്മാരുടെ ഒരു കയറെന്നും പറഞ്ഞ് കയറെല്ലാം മുറിച്ചങ്ങ് കളഞ്ഞു. ഇതറിഞ്ഞ പോലീസ് വണ്ടി തിരിച്ചു വന്നു. ആരടാ കയറ് മുറിച്ചത്? അതുകൊണ്ടല്ല, അവനാ സാറേ. ഇങ്ങോട്ട് വാടാന്ന് പിടിച്ചു. ചെവിക്കലിനിട്ട് ഒറ്റ അടി കൊടുത്തു. കേരള ജീപ്പിലെന്നും പറഞ്ഞ് അങ്ങോട്ട് എടുത്തിട്ടു. ഇത് കണ്ടുകൊണ്ട് മുറുക്കിക്കൊണ്ടൊരു അമ്മച്ചി അവിടെ ഇരിപ്പുണ്ട്. അമ്മച്ചി പറഞ്ഞ ഡയലോഗ് കാത് തുറന്നൊന്ന് കേട്ടോ. അമ്മച്ചി പറയുകയാണ്, അയ്യോ എന്തൊരടിയാ കൊച്ചനായിട്ട് അടിക്കുന്നത്? 2 രൂപയുടെ കയറ് മുറിച്ചതിന് ഇങ്ങനെ ഇട്ട് അടിക്കണമെന്ന്. ഇപ്പം അമ്മച്ചിയുടെ കാഴ്ചപ്പാടിൽ 2 രൂപയുടെ കയറ് മുറിച്ചതിനാണോ ഇത്ര അടി? മത്തായിയുടെ കടയിൽ തൂങ്ങിക്കിടക്കുന്ന ഇഷ്ടം പോലെ കയറ്. ഞാൻ വേണേ 10 രൂപ തരാം, 5 വള്ളി കയറ് മേടിച്ചോ. കൊച്ചിനെ അങ്ങ് വിട്ടേ. കൊച്ചിനെ വിടുവോ? ഒരു വണ്ടി കയറ് പകരം കൊടുത്താൽ കൊച്ചിനെ വിടുവോ? ഭാഷേ വിടത്തില്ല. എന്തുകൊണ്ടാ? 2 രൂപയുടെ കയറ് മുറിച്ചതല്ല ഇവിടുത്തെ വിഷയം. നിയമലംഘനം നടന്നല്ലോ. നിയമലംഘനം നടന്നു. കേവലം ഒരു പഴം തിന്നതല്ല പാപം, മറിച്ച് സ്വർഗസ്ഥനായ ദൈവം, സകലത്തെ സൃഷ്ടിച്ച സൃഷ്ടാവ്, പടച്ചവൻ, ഈശ്വരൻ, ഭഗവാൻ, ദൈവം മനുഷ്യനോട് അരുത്, ചെയ്യരുത് എന്ന് പറഞ്ഞ വിഷയം മനുഷ്യൻ ചെയ്തപ്പോൾ നിയമലംഘനം നടന്നു. പാപം മനുഷ്യൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു. പാപത്തിൻ്റെ ശമ്പളം മരണം. ആ പാപം ചെയ്യുന്ന മനുഷ്യന് ദൈവമായിട്ട് കൂട്ടായ്മയില്ല. ദൈവമായിരുന്നു മനുഷ്യൻ്റെ അടുക്കൽ ഇറങ്ങി വന്ന് അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി ദൈവമായിട്ട് ഒന്നിച്ച് വസിക്കുന്ന അനുഭവത്തിലായിരുന്നു കുഞ്ഞെ മനുഷ്യൻ. എന്നാൽ ആ അനുഭവത്തിൽ നിന്ന് മനുഷ്യൻ എന്തേ അകന്നുപോയി? ദൈവം പരിശുദ്ധനും പാപമില്ലാത്തവനും മനുഷ്യൻ്റെ ഉള്ളിൽ പാപമുള്ളവനുമാണ്. ഒന്നിച്ചെങ്ങനെ വസിക്കും? വേണ്ട. നിങ്ങൾക്ക് ഡിഗ്രി ഇല്ലാത്തവർക്ക് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം ഞാൻ പറയാം. ഈ നാട്ടിലെ ഏറ്റവും പ്രമാണിയായ ഒരു മനുഷ്യനുണ്ടെന്ന് വിചാരിക്കുക. ഈ കൂടലിലെ സകലമാന ആളുകളും അംഗീകരിക്കുന്ന ഒരു പ്രമാണിയായ മനുഷ്യൻ ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കാം. നമുക്ക് അദ്ദേഹത്തിന് കറിയാച്ചൻ എന്നൊരു പേരിടാം. കറിയാച്ചൻ ഇവിടെയുള്ള സകല മനുഷ്യരും അംഗീകരിക്കുന്ന ഒരു മാന്യനായ വ്യക്തി. നല്ല കുടുംബ മഹിമ, നല്ല പണം, ഏറ്റവും മുന്തിയ ഓടി കാറ്, അല്ലെങ്കിൽ BMW കാറ്, അല്ലെങ്കിൽ അങ്ങനെ വലിയ കാറുകൾ, നല്ല പണസ്വാധീനം, ഇവിടെയുള്ള ആളുകൾക്കെല്ലാം പ്രിയങ്കരൻ. അങ്ങനെ ഒരു മഹാനായ ഒരു കറിയാച്ചൻ ഇവിടെ ഉണ്ടെന്ന് വെക്കുക. ആ കറിയാച്ചൻ ഈ കൂടലിലോ കോന്നിയിലോ ഉള്ള ഏതെങ്കിലും ഒരു തുണിക്കടയിൽ ചെന്നാൽ അവർ കസേരയിട്ട് കൊടുത്ത് ഇരുത്തി, സാറ് ഇവിടെ ഇരുന്നാൽ മതി, ഞങ്ങളെല്ലാം ഇവിടെ കൊണ്ട് തരാമെന്ന് പറയുന്ന അത്ര സ്വീകാര്യമായ മനുഷ്യനാണെന്നിരിക്കട്ടെ. ചോദ്യം ഇതാണ്, അത്രയും പ്രിയങ്കരനായ കറിയാച്ചൻ ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു തുണിക്കടയിൽ ചെല്ലുമ്പോൾ 2 കാലം ചാണകത്തിൽ ചവിട്ടി ചെന്നാൽ അതൊന്നും കുഴപ്പമില്ല, നമ്മുടെ കറിയാച്ചനല്ലേ, പോയി എല്ലായിടത്തും ഒന്ന് ചവിട്ടി വെച്ച് വാന്ന് പറയുമോ? ഇല്ല. എത്ര മഹത്വമുള്ള കുടുംബ മഹിമയുള്ളവനായാലും, എത്ര വിലപിടിപ്പുള്ള വസ്ത്രം ധരിച്ചവനായാലും, എത്ര വില കൂടിയ കാറിൽ ചെന്നിറങ്ങിയവനായാലും, കാല് ചാണകത്തിൽ ചവിട്ടിയാൽ ഒരു കുഞ്ഞു കടയ്ക്കകത്ത് പോലും കയറ്റില്ല. പകരം വേണമെങ്കിൽ കാല് കഴുകിക്കൊടുക്കാൻ ആൾ വന്നെന്നിരിക്കും. പക്ഷേ ഈ അഴുക്കും കൊണ്ട് ഇവിടെയുള്ള ഒരു കുഞ്ഞു പെട്ടിക്കടയ്ക്കകത്ത് കയറാൻ പറ്റത്തില്ലെങ്കിൽ, അഴുക്കിൻ്റെ അംശം പോലും ഇല്ലാതെ പരിശുദ്ധിയുടെ മണ്ഡലത്തിൽ ജീവിക്കുന്ന മഹാദൈവത്തിൻ്റെ സന്നിധിയിൽ പാപത്തെയും കൊണ്ട് ഒരു മനുഷ്യനും പ്രവേശിക്കാൻ കഴിയില്ല. അതുകൊണ്ട് വേദപുസ്തകം അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു, ശുദ്ധി
ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിൻ്റെ മുഖം കാണുകയില്ല. ആരും കർത്താവിൻ്റെ മുഖം കാണുകയില്ല. പാപത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ ഒരു പടി സ്റ്റെപ്പ് എടുത്തു വെക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് കർത്താവിൻ്റെ വചനം വിളിച്ചു പറഞ്ഞു, ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധ ജീവിതം നയിക്കാതെ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ പാപത്തിൻ്റെ ഇരുള് ഹൃദയത്തിൻ്റെ അകത്ത് കുടിയിരിക്കുന്ന ഏവരോടും വിളിച്ചു പറയാനുള്ള സന്ദേശം, ഈ ഇരുട്ടിൽ നിന്ന് രക്ഷപ്രാപിപ്പാൻ ഇന്ന് രാത്രി ആകാശത്തെയും ഭൂമിയെയും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിങ്കലേക്ക് തിരിയണം. ആമേൻ. അതുകൊണ്ട് ശ്രദ്ധിച്ചു, മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് പാപമെന്ന് പറയുന്ന ഇരുട്ട് ഏദൻ പൂങ്കാവനത്തിൽ നിന്ന് കടന്നു കയറി ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് മനുഷ്യൻ ഒഴിവാക്കപ്പെട്ടു. അങ്ങനെ പാപം അകത്ത് കയറിയ മനുഷ്യൻ അന്ന് മുതൽ മോക്ഷം തേടി അലയാൻ തുടങ്ങി. അവൻ അന്ന് തുടങ്ങിയ ഓട്ടമാണ് ഇന്നും ഓടിക്കൊണ്ടിരിക്കുകയാണ്. മോക്ഷം തേടി അലയുന്നു, മോക്ഷം തേടി കർമ്മ പുണ്യ ക്രിയാദി പ്രവർത്തികൾ ചെയ്യുന്നു, മോക്ഷം തേടി പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നു, മോക്ഷം തേടി പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ പോകുന്നു, മോക്ഷം തേടി അവൻ അലഞ്ഞുകൊണ്ടിരിക്കുന്നു, മോക്ഷം തേടി അവൻ മെഴുകുതിരി കത്തിക്കുന്നു, മോക്ഷം തേടി അവൻ എന്തൊക്കെ ചെയ്യണമോ അതൊക്കെ ചെയ്യുന്നു. ആമേ. മോക്ഷം തേടി തേടി ഒടുവിൽ മനുഷ്യനെ കൊന്ന് നരബലി നടത്താൻ പോലും മടിയില്ലാത്ത സാഹചര്യത്തിലേക്ക് മനുഷ്യൻ ഇന്നും എത്താൻ കാരണമെന്താ? മനുഷ്യന്റെ ഹൃദയത്തിൻ്റെ അകത്ത് കുടിയിരിക്കുന്ന പാപമെന്ന് പറയുന്ന മഹാവിപത്ത്. ഏദനിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയ ദൈവവുമായിട്ടുള്ള ബന്ധം തിരിച്ചെടുക്കുവാൻ ദൈവം മനുഷ്യന് അവസരം തന്നു. കേട്ടോ കൂടൽ ദേശമേ, എനിക്കും നിനക്കും ദൈവം അവസരം തന്നു. ഏതാണ് അവസരം? ഈ ഭൂമിയിലെ 70-80 ജീവിതം. ഈ ഭൂമിയിൽ എന്നെയും നിന്നെയും 70-80 വരെ താങ്ങി നിർത്തിയിരിക്കുന്ന എന്തിനെന്നറിയാമോ? ഏദനിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയ പുത്രത്വം യേശുക്രിസ്തുവിലൂടെ തിരിച്ചു പിടിക്കാനുള്ള അവസരം. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തു. അങ്ങനെങ്കിൽ ആ പുത്രത്വം 15 വയസ്സിൽ തിരിച്ചു പിടിച്ചവരിവിടെ ഉണ്ട്. 25 വയസ്സിൽ തിരിച്ചു പിടിച്ചവരുണ്ട്, 40 വയസ്സിൽ തിരിച്ചു പിടിച്ചവരുണ്ട്, 50 വയസ്സിൽ തിരിച്ചു പിടിച്ചവരുണ്ട്, 90 തിരിച്ചു പിടിക്കാത്തവർ ശബ്ദപരിധിയിലുണ്ട്. അതുകൊണ്ട് മനസ്സിലാക്കിക്കോണം, ഏദനിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയ പുത്രത്വം നഷ്ടപ്പെടാൻ കാരണം പാപമെന്ന് പറയുന്ന വിപത്ത് മനുഷ്യന്റെ അകത്ത് കുടിയേറിയപ്പോൾ സാക്ഷാൽ ദൈവം സർവ്വ മനുഷ്യന്റെയും പാപത്തിന്റെ പരിഹാരമാകുന്ന മരണം, പാപത്തിന്റെ ശമ്പളം മരണം, ആ മരണമെന്ന് പറയുന്ന ക്രൂരമായ ശിക്ഷാവിധി സ്വന്തം ചുമലിൽ എനിക്കും നിനക്കും പകരമായി ഏറ്റെടുക്കുവാൻ സാക്ഷാൽ ദൈവം വേഷത്തിൽ മനുഷ്യനായി ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. സ്വർഗത്തിൽ നിന്ന് വേഷത്തിൽ മനുഷ്യനായി ഇറങ്ങി വന്ന കർത്താവ് സാക്ഷാൽ ദൈവം യേശുക്രിസ്തു സർവ്വ മനുഷ്യന്റെയും പാപത്തിന്റെ പരിഹാരമാകുന്ന ശിക്ഷാവിധി കാൽവരിയുടെ കൊലക്കളത്തിൽ ഏറ്റെടുത്തു. ഇന്ന് രാത്രി കൂടൽ ദേശമേ, നിങ്ങളുടെ പുറംകണ്ണടയ്ക്കണം, അകക്കണ്ണ് തുറന്ന് ഇന്ന് രാത്രി കാൽവരിയിലേക്ക് നോക്ക്. നിങ്ങൾക്കൊരു കാഴ്ച കാണാം. 1000-10,000 സുന്ദരനായവൻ, വെണ്മയും ചുവപ്പുമുള്ള എൻ്റെ പ്രിയൻ, സകലത്തെയും വാക്കിൻ തുമ്പിൽ നിയന്ത്രിക്കാൻ അധികാരമുള്ള മഹാദൈവം. കണ്ടോ? ആമേൻ. അറക്കുവാൻ കൊണ്ടുപോകുന്ന ആടിനെ പോലെ, രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ മിണ്ടാതിരിക്കുന്ന ഒരു കുഞ്ഞാടിനെ പോലെ സർവ്വത്തിനും ഉടയവനായവൻ വായ തുറക്കാതിരിക്കുന്ന കാഴ്ച കണ്ടോ? ഓരോ ചാട്ടവാറടിക്കും പീസുപീസായി മാംസക്കഷണങ്ങൾ ഇളകി തെറിച്ചു പോകുമ്പോൾ വായ തുറക്കാതിരിക്കുകയാ. തലച്ചോറിന്റെ അകത്തുകൂടെ കൂർത്ത മുൾക്കിരീടം അടിച്ചടിച്ചടിച്ച് കയറ്റുമ്പോൾ അവസാനത്തെ തുള്ളി രക്തവും വാർന്നൊഴുകുമ്പോൾ ഒടുവിൽ പുറത്തോട്ട് വരാൻ ഒറ്റത്തുള്ളി രക്തം ബാക്കിയില്ലാതെ കുന്തം കൊണ്ട് വിലാപ്പുറം കുത്തി തുറക്കുമ്പോൾ വെള്ളം പുറപ്പെട്ടവനായി സകലത്തെയും ചമച്ച മഹാദൈവം കാൽവരിയുടെ കൊലക്കളത്തിൽ മൗനമായിരുന്നത് എന്തേ? ആർക്കു വേണ്ടി? സഹോദര, എനിക്കും നിനക്കും വേണ്ടി. എന്റെയും നിന്റെയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ പാപത്തിന്റെ ശമ്പളമാകുന്ന മരണമെന്ന ഭീകരമായ ശിക്ഷാവിധി എനിക്കും നിനക്കും പകരം യേശു ഏറ്റുവാങ്ങി. എന്റെ യേശുവിനെ കൊന്നു, നിന്നെ ജീവിപ്പിച്ചു. എന്റെ യേശുവിനെ ശിക്ഷിച്ചു, നിന്നെ രക്ഷിക്കുവാൻ. അതാണ് കാൽവരിയിലെ സ്നേഹം. ഇന്ന് രാത്രി അത് തിരിച്ചറിയുന്നെങ്കിൽ സുഹൃത്തെ, ഇന്ന് രാത്രി ആ കാൽവരിയുടെ പാദപീഠത്തിൽ നിന്നെ തന്നെ സമർപ്പിക്കാനിടയാകണം. ഒരു കുഞ്ഞു കഥ ഞാൻ പറയാം. ഒരിക്കൽ അമ്മയും അച്ഛനും ഒരു പെൺകുട്ടിയും അടങ്ങുന്ന കുടുംബം. പെട്ടെന്ന് ആ വീട്ടിൽ തീപിടുത്തമുണ്ടായി. അപ്പനും അമ്മയും പുറത്തിറങ്ങി. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി അതാ റൂമിൻ്റെ അകത്ത് പെട്ടുപോയി. നിലവിളി കേട്ട ആടുകൾ ഓടിക്കൂടി ആളുകളൊക്കെ സിദ്ധാന്തം പറയാൻ തുടങ്ങി. ഒരാൾ പറഞ്ഞു ഫയർഫോഴ്സ് വിളിക്ക്, വേറൊരാൾ പറഞ്ഞു വെള്ളം കോരി ഒഴിക്ക്, അടുത്തൊരു മഹാൻ പറഞ്ഞു മണ്ണും വാരി എറിയ, വേറൊരാൾ പറഞ്ഞു നമുക്ക് ഹെലികോപ്റ്ററിനെ വിളിക്കാം. അങ്ങനെ ഒത്തിരി അഭിപ്രായങ്ങളും പറഞ്ഞുകൊണ്ട് കത്തുന്ന പുരയ്ക്കകത്ത് കുടുങ്ങിക്കിടക്കുന്ന കുഞ്ഞിനെ
രക്ഷിക്കാൻ പറ്റാതെ സിദ്ധാന്തങ്ങളും കമന്ററികളും പറഞ്ഞുകൊണ്ട് മഹാന്മാരൊക്കെ വട്ടം കൂടി നിന്നപ്പോൾ ഒരു യുവ കോമളനായ ചെറുപ്പക്കാരൻ ബൈക്കിനകത്ത് വന്നു. എന്താന്ന് ചോദിച്ചു. ഒരു പെൺകുട്ടി അവിടെ തീ പിടിച്ച് കുടുങ്ങിക്കിടക്കുന്നു. രണ്ടാമത്തെ ചോദ്യമില്ല, ഓടിച്ചു കയറ്റി ബൈക്ക് ആ വീട്ടിൻ്റെ അകത്തേക്ക്. ജനൽ പൊളിച്ചുകൊണ്ട് ഇടിച്ചകത്ത് കയറി ആ പെൺകുട്ടിയെ ചുരുട്ടിയെടുത്തവൻ പുറത്തേക്ക് എറിഞ്ഞു. ആ ചെറുപ്പക്കാരൻ വെളിയിലോട്ട് ഇറങ്ങാൻ ശ്രമിക്കുമ്പോൾ മേൽക്കൂര കത്തി അവൻ്റെ മുകളിലേക്ക് വീണു. എന്നിട്ടും അവൻ ഉരുണ്ട് മറിഞ്ഞ് പുറത്തേക്ക് ചാടി. ആളുകൾ പെട്ടെന്ന് അവനെ വാരിയെടുത്തുകൊണ്ട് ആശുപത്രിയിലേക്ക് പോയി. സ്നേഹിതരെ, കാലം പിന്നിട്ടു. 10ാം ക്ലാസ്സിൽ പഠിച്ച ആ പെൺകുഞ്ഞ് ഇതാ വിവാഹപ്രായമായി നിൽക്കുന്ന സുന്ദരിയായ യുവതിയാണ് ഇന്ന്. അവളുടെ കല്യാണം നിശ്ചയിച്ചു. അമ്മ പറഞ്ഞു, മോളെ, നിനക്കിങ്ങനൊരു ജീവിതം ഉണ്ടാകാൻ കാരണക്കാരനായ ഒരു ചെറുപ്പക്കാരനുണ്ട്. അവനെ വേണം നീ ആദ്യം കല്യാണം വിളിക്കാൻ. അവനില്ലായിരുന്നെങ്കിൽ എൻ്റെ മോളെ അമ്മയ്ക്ക് കിട്ടില്ലായിരുന്നു. അമ്മേ, എനിക്ക് ഓർമ്മയുണ്ടമ്മേ, ആ ചേട്ടനെ നമുക്ക് വിളിക്കണം. ശരിയാ എന്ന് പറഞ്ഞു. കല്യാണ ലെറ്ററും തയ്യാറാക്കി അമ്മയും മോളും ആ ചെറുപ്പക്കാരൻ്റെ വീട് തപ്പിപ്പിടിച്ച് ചെന്നു. അവർ പറഞ്ഞു, അടുത്തുള്ള ആളുകൾ പറഞ്ഞു, അവർ ഇവിടെ നിന്ന് മാറിപ്പോയി, ദൂരെ ഒരു സ്ഥലത്ത് ഒറ്റപ്പെട്ട് അവർ താമസിക്കുന്നു എന്ന് പറഞ്ഞു. സാരമില്ല, ഞങ്ങൾക്ക് അവിടെ പോകണം എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയും മകളും ആ വീട് തപ്പിപ്പിടിച്ച് അവിടെ ചെന്നു. കോളിംഗ് ബെൽ അടിച്ചു. ആ ചെറുപ്പക്കാരൻ്റെ അമ്മ കതക് തുറന്നു. ആരാ? അമ്മയുടെ മകൻ ഞങ്ങൾക്ക് തിരിച്ചു തന്ന മോളാ ഇത്. ഈ മോളിന്ന് വിവാഹിതയാകാൻ പോവുകയാണ്. ആ കല്യാണം അമ്മയുടെ മോനെ ആദ്യം വിളിക്കണമെന്ന ആഗ്രഹത്തിൽ ഞങ്ങൾ വന്നതാണ്. ആ അമ്മയുടെ കണ്ണ് നിറഞ്ഞു. സന്തോഷമുണ്ട്, നിങ്ങൾ മറന്നില്ലല്ലോ, സന്തോഷമുണ്ട്, വരുമെന്ന് പറഞ്ഞ് അകത്തേക്ക് ക്ഷണിച്ചു. ആ പെൺകുട്ടി അകത്തേക്ക് കയറുമ്പോൾ കാണുന്നത് അവിടെയുള്ള മതിലുകളിലൊക്കെ ഒരു ചെറുപ്പക്കാരൻ്റെ ഫോട്ടോ ഇരിക്കുന്നു. എത്ര മനോഹരമാണവൻ, എത്ര ഗ്ലാമറാണവന്, എന്ത് സുന്ദരനാണ്. അവൻ്റെ കവിൾത്തടം കണ്ടോ, ചുവന്ന് തുടുത്തിരിക്കുന്നു. എന്ത് സൗമ്യമായ മുഖമാണവൻ്റെ, എത്ര സന്തോഷമാണ് ആ മുഖത്ത്. കാണാൻ കൊതിയോടെ ആ ചെറുപ്പക്കാരി കാത്തിരുന്നു. ആ അമ്മ വിളിച്ചു, മോനെ, നിന്നെ കാണാൻ ദേ ആരാ വന്നിരിക്കുന്നത് നോക്കിയെന്ന് പറഞ്ഞു. കതക് തുറന്ന് വിരൂപമായ രൂപത്തോടെ, ഭീകരമായ രൂപത്തോടെ, മുഖത്തെ തൊലിയൊക്കെ ചുക്കിച്ചുളിങ്ങി വലിഞ്ഞു മുറുകി ഒരു ഭീകര രൂപം പോലെ ഒരു ചെറുപ്പക്കാരൻ വെളിയിലേക്ക് ഇറങ്ങി വന്നു. ആ പെൺകുഞ്ഞ് കരഞ്ഞുകൊണ്ട് പുറകോട്ടോടി. എന്താ ഇതെന്ന് ചോദിച്ചു. ആ അമ്മ കരഞ്ഞുകൊണ്ട്, ആ ചെറുപ്പക്കാരൻ്റെ അമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മോളെ, അന്ന് നിന്നെ രക്ഷിക്കാൻ മുന്നും പിന്നും നോക്കാതെ ആ തീച്ചുളക്കകത്ത് ഓടിക്കയറിയ എൻ്റെ കുഞ്ഞിനെ എനിക്ക് ഇങ്ങനെയാ കിട്ടിയത് എന്ന് പറഞ്ഞപ്പോൾ ആ വിവാഹ കത്തുകൾ വലിച്ചെറിഞ്ഞുകൊണ്ട് ആ ചെറുപ്പക്കാരി ഓടിച്ചെന്നവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് വേണ്ടി ഇങ്ങനെ ആയി തീർന്ന, എന്നെ രക്ഷിക്കാൻ വേണ്ടി ഈ ഫോട്ടോയിലിരിക്കുന്ന മനുഷ്യൻ ഇങ്ങനെയായി മാറിയെങ്കിൽ ഇനി മുന്നോട്ടുള്ള എൻ്റെ ജീവിതം അങ്ങേക്കല്ലാതെ ഞാൻ ആർക്കു വേണ്ടി ജീവിച്ചാൽ ഒക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആ ചെറുപ്പക്കാരനെ കെട്ടിപ്പിടിച്ച് തൻ്റെ ജീവിതം അവൻ്റെ പാദപീഠത്തിൽ അർപ്പിച്ചെങ്കിൽ ഞാൻ പറഞ്ഞത് എത്ര പേർക്കും മനസ്സിലായി? ആയിരങ്ങളിൽ പതിനായിരങ്ങളിൽ സുന്ദരനായ കർത്താവ്, സ്വർഗത്തിൽ സകല മഹത്വത്തോടും കൂടെ ഇരുന്ന കർത്താവ്, ആമേൻ, ഇറച്ചിക്കടയിലെ കൊളുത്തിൽ ഒരു മാട്ടിനെ തൂക്കിയിട്ടിരിക്കുന്നത് പോലെ കാൽവരിയുടെ കൊലക്കളത്തിൽ കണ്ടോ? കണ്ടാൽ തിരിച്ചറിയാത്തൊരു മാംസപിണ്ഡമായി കിടക്കുന്ന ചിത്രം കണ്ടോ? ആമേൻ, ഇനി നിനക്ക് പറയാൻ സാധിക്കില്ലേ, അതേ നാഥ, എന്നെ രക്ഷിക്കുവാൻ എനിക്ക് പകരം ഈ ശിക്ഷാവിധി ഏറ്റുവാങ്ങി അങ്ങ് ഇങ്ങനെ പീഡനം അനുഭവിച്ചെങ്കിൽ ഇനി ശേഷിക്കുന്ന എൻ്റെ ആയുസ് അങ്ങേക്ക് വേണ്ടിയല്ലാതെ ഞാൻ ആർക്കു വേണ്ടി ജീവിക്കുമെന്ന് ഇന്ന് രാത്രി പറയാൻ നിനക്ക് സാധിക്കുന്നില്ലെങ്കിൽ നിന്റെ ജന്മം കൊണ്ടൊരു പ്രയോജനവുമില്ല സുഹൃത്തേ. ഇന്ന് രാത്രി തിരിച്ചറിയൂ, എനിക്കും നിനക്കും പകരമായി യേശു കാൽവരിയുടെ കൊലക്കളത്തിൽ മരിച്ചു. എന്നാൽ അഭിമാനത്തോടെ കൂടലിനോട് പറയട്ടെ, ആ 3 ആണി കൊണ്ട്, ആ കാൽവരിയിലെ കുരിശു കൊണ്ട്, അരിമത്യക്കാരനായ യോസഫിൻ്റെ കല്ലറ കൊണ്ട് എൻ്റെ യേശു അവസാനിച്ചിരുന്നെങ്കിൽ 3 ആണി കൊണ്ട് അവസാനിച്ച ഒരു യേശുവിനെ പ്രസംഗിക്കാൻ ഷമീർ വരത്തില്ല. കൂടലിൽ 3 ആണി കൊണ്ട് അവസാനിച്ചൊരു യേശുവിന് വേണ്ടി ഇവിടെ അസംബ്ലീസ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞൊരു സഭ ഉണ്ടാകത്തില്ല. പിന്നെ എന്തുകൊണ്ടാ പാടുന്നത്, എന്തുകൊണ്ടാ പ്രസംഗിക്കുന്നത്? ഞങ്ങൾ പാടുന്നതും പ്രസംഗിക്കുന്നതും കുമ്പനാട്ടും എടത്തുവായിലും പരിമലയിലും കുരിശുമലയിലും അടഞ്ഞു കിടക്കുന്ന ഒരു കല്ലറവാതിക്ക നിന്നുകൊണ്ടല്ല, കണ്ണാടിക്കൂടിന്റെ മുമ്പിലല്ല, മറിച്ച് ഉലക മഹാന്മാർ അഖിലരും ഒരുപോൽ കല്ലറയ്ക്കകത്ത് ഒടുങ്ങി കിടക്കുമ്പോൾ ഇന്ന് രാത്രി ഷമീർ അബ്ദുൽ സലാം പ്രസംഗിക്കുന്ന യേശുക്രിസ്തു പാതാളത്തെ ജയിച്ചു, മരണത്തെ ജയിച്ചു, ലോകത്തെ ജയിച്ചു, പിശാചിനെ ജയിച്ചു, യേശു ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ! എത്ര പേർ വിശ്വസിക്കുന്നു യേശു ഇന്നും ജീവിക്കുന്നു? ഞാൻ എൻ്റെ സന്തോഷത്തിന് വേണ്ടി ഒരിക്കൽ കൂടെ ചോദിക്കുക,
ഈ മുറ്റത്തിരിക്കുന്ന എത്ര പേർ വിശ്വസിക്കുന്നു യേശു ഇന്നും ഇപ്പോഴും ജീവിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവർ കരമുയർത്തി സ്തോത്രം പറഞ്ഞു. അയ്യോ, എന്നാ സന്തോഷമാണെന്നറിയാമോ എനിക്ക്. കാരണം നിങ്ങളെല്ലാം വിശ്വസിക്കുന്നു യേശു ഇന്നും ഇല്ലേ, ഇന്നും ശരിയല്ലേ? സന്തോഷം. ഞങ്ങളുടെയൊക്കെ വീട്ടിൻ്റെ അടുത്ത് പല വീട്ടിലും യേശു ചത്തുകുത്തി ഭിത്തിയിലിരിക്കുക, സത്യമായിട്ടും. പക്ഷെ നിങ്ങൾ വിശ്വസിക്കുന്നു ഇന്നും ജീവിക്കുന്നല്ലേ? ആ, രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ടല്ലേ? ദേ ഇവിടെ ഒരു മനുഷ്യൻ ഇരിപ്പുണ്ട്. ആമേൻ. ഈ അച്ചായൻ കണ്ടോ ജീവനോട് ഇരിക്കുക. അച്ചായൻ്റെ മകൻ, ഈ പുള്ളി പത്രവും വായിച്ച് സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ചാരി ഇരിക്കുമ്പോൾ ഈ പുള്ളിയുടെ മകൻ ഈ അച്ചായൻ്റെ പണ്ടത്തെ ഒരു ഫോട്ടോ, നല്ല ഗ്ലാമറാ പഴയ, ആ ഫോട്ടോ എടുത്ത് സിറ്റ് ഔട്ടിൽ കൊണ്ടുപോയി മതിലെ ആണി അടിച്ചു വെച്ചു. എന്നിട്ട് അതിനൊരു മാല ഇട്ടു, അതിൻ്റെ മുന്നിൽ തിരിയും കത്തിച്ചു, 5-6 പൂക്കളും പറിച്ചിട്ടു. ഈ പുള്ളി അവിടെ ജീവനോടെ പത്രം വായിച്ചുകൊണ്ട് ഇരിക്കുക. അന്നേരം മോൻ അവിടെ ചെന്ന് നിന്നുകൊണ്ട് പറയുകയാണ്, പ്രിയപ്പെട്ട പപ്പായെ, ഇന്ന് പകൽക്കാലം പപ്പായോട് ഞാൻ അറിയിക്കുന്നത്, കഴിഞ്ഞ പകൽക്കാലം കോളേജ് വിട്ട് വരുമ്പോൾ ടീച്ചർ എൻ്റെ ഡയറിയിൽ എഴുതി വിട്ടിരിക്കുന്നു, ഇന്ന് പകൽക്കാലം കോളേജിൽ കൊടുക്കാൻ 100 രൂപ കൊണ്ട് ചെല്ലണമെന്ന്. ആകയാൽ ഇന്ന് പകൽക്കാലം കോളേജിൽ കൊടുക്കാൻ 100 രൂപ തരണമെന്ന് പപ്പായോട് ഞാൻ മമ്മി മുഖാന്തരം അപേക്ഷിക്കുന്നു. ആമേൻ. ഇത് കേട്ടാൽ ഇഷ്ടപ്പെടുവോ? സന്തോഷം കൊണ്ട് മോനെ കെട്ടിപ്പിടിക്കുവോ? ഇല്ല. ഒരു വടിയെടുത്ത് അവനിട്ട് 2 കൊട്ട് കൊടുത്തേച്ച് പറയും, എന്നാടാ കാണിക്കുന്ന വടി കൊണ്ടുപോലിരിക്കുന്ന എന്നെ ഫോട്ടോയാക്കി മാലയിട്ട് വെച്ചേച്ച് 100 രൂപ തരാനും ഓടാന്ന് പറഞ്ഞവനെ അടിച്ചോടിക്കും, എടുത്ത് ദൂരെ എറിയും. നിങ്ങളൊന്ന് ചിന്തിച്ചേ, ഈ ലോകത്തിലെ ഒരപ്പൻ്റെ ചങ്ക് പടഞ്ഞെങ്കിൽ, ഈ ലോകത്തിലെ ഒരു അപ്പൻ്റെ ചങ്ക് പടഞ്ഞെങ്കിൽ എനിക്കും നിനക്കും വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് എനിക്കും നിനക്കും വേണ്ടി മധ്യസ്ഥ അണച്ചുകൊണ്ട് ജീവനോടെ നിൽക്കുന്ന ജീവിക്കുന്ന മഹാദൈവത്തെ, മരിച്ചവനെ പോലെയാക്കി വെച്ചിരിക്കുന്ന ക്രിസ്ത്യാനിയെ നിനക്കയ്യോ കഷ്ടം. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ വചനം വിളിച്ചു പറയുന്നു, നീ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിന്? അവൻ ഇവിടെ ഇല്ല, അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. ഒരു ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ശ്രദ്ധിച്ചേ, ഉയർത്തെഴുന്നേറ്റ കർത്താവ് പലതവണ ശിഷ്യഗണത്തിന് പ്രത്യക്ഷനായിക്കൊണ്ട് ഒരു അന്ത്യ കൽപ്പന കൈമാറി. എന്താ കൈമാറിയത്? കൽപ്പന. എന്താ? അപേക്ഷയാണോ? അല്ല. യാചനയാണോ? ചാക്കോച്ചാ പറ്റുമെങ്കിൽ എന്നെക്കുറിച്ച് 10 പേരോട് പറയണേ, അങ്ങനാണോ? അല്ല. കൽപ്പന. എന്താ? നിങ്ങൾ പുറപ്പെട്ടു പോയി സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കണം. ആരാ കൽപ്പിച്ചേ? യേശു. അന്നേരമാണ് ഇവിടുത്തെ മീശ ഉരുക്കാത്ത കൊച്ചൻ മസിലും പെരുപ്പിച്ച് വന്ന് ഇത് പറയണ്ടെന്ന്. നിന്റെ മനസ്സേ ഇരിക്കത്തേ ഉള്ളൂടാ മോനെ, ഇത് പറയാൻ ഏൽപ്പിച്ച സ്വർഗത്തിലെ തമ്പുരാനാ. ഇവിടുത്തെ ഏതെങ്കിലും അണ്ണന്മാർ നിർത്താൻ പറഞ്ഞാൽ നിർത്തുന്ന പരിപാടിയല്ലേ ഇത് ഏൽപ്പിച്ച സ്വർഗത്തിലെ തമ്പുരാനാണ്. സകല സൃഷ്ടിയോടും സുവിശേഷം അറിയിക്കണമെന്ന് കൽപ്പിച്ച സ്വർഗത്തിലെ ദൈവമാണ്. അതുകൊണ്ട് ജീവനുള്ള കാലത്തോളം ഇത് പറയും, പറഞ്ഞിരിക്കും, പറഞ്ഞേച്ചേ പോകത്തുള്ളൂ. വേണമെങ്കിൽ ഇങ്ങോട്ട് വന്നൊരു ഒറ്റ കട്ടിന് കഴുത്ത് വെട്ടി താഴെയിടാം, ആ കഴുത്ത് അവിടെ കിടന്ന് 5 മിനിറ്റ് വിളിച്ചു പറയും, മറ്റൊരുത്തനിലും രക്ഷയില്ല, ജീവിക്കുന്നെങ്കിൽ അവൻ യേശുക്രിസ്തുവിനായി വേറൊരു രക്ഷാമാർഗവുമില്ലെന്ന് അവിടെ കിടന്ന് 5 മിനിറ്റ് പറഞ്ഞേച്ചേ കഴുത്ത് നിലയ്ക്കത്തുള്ളൂ. അതാണ് സുവിശേഷത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ ഇവിടെ ആരെങ്കിലും വന്ന് അവിടെ പറയണ്ട, ഇവിടെ കുറേ പേര്. ഞാൻ ഒരിക്കൽ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു 1.5 ആഴ്ചയായി ഞാൻ ഈ നമ്മുടെ വെഞ്ഞാറമൂടിനടുത്തൊരു കവലയിൽ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുക. അപ്പം ഞാനിങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുക, മദ്യവും മയക്കുമരുന്നും ലഹരിയും ഒക്കെ നിൻ്റെ അകത്ത് കയറി നിൻ്റെ കുടുംബം തുലയ്ക്കരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുടിയൻ ചേട്ടൻ എൻ്റെ മുമ്പേ വന്ന് നിന്നിട്ട് മുണ്ടും മടക്കി കുത്തി ഈ കുടിയൻ ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞ മദ്യം കഴിക്കും സുഹൃത്തേ, നിൻ്റെ വീട്ടിൽ കഞ്ഞിയുണ്ടോ? പിന്നെ എൻ്റെ വീട്ടിൽ നീ ആന്നോടാ കഞ്ഞി തരുന്നത്? ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കുക പുള്ളി. അപ്പോൾ ഇങ്ങനെ ഞാൻ 1 പറയും, പുള്ളി 9 പറയും, ഇങ്ങനെ നിൽക്കുകയാണ്. കുറച്ചൊക്കെ മൈൻഡ് ചെയ്യാതെ നിന്ന് പ്രസംഗിച്ചു. ലാസ്റ്റ് ഈ പുള്ളിക്കാരൻ അവിടെ നിന്ന് അങ്ങ് പള്ളു വിളിക്കുന്ന നിലയിലേക്കൊക്കെ ഇങ്ങനെ അങ്ങോട്ട് എത്തി. അവസാനം നിവർത്തിയില്ല വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഇതിൻ്റെ അപ്പുറത്തെ മിമിക്രി കാണിച്ചുകൊണ്ട് നടന്ന ടീമാണ് നമ്മൾ. കാലെ വാരി ഭിത്തിയിലോട്ട് ഒറ്റ അടിയടിക്കാൻ ആർജവും ഇല്ലാഞ്ഞിട്ടല്ല ഈ മിണ്ടാതെ നിൽക്കുന്നത്, ഈ പുസ്തകം അനുവദിക്കാത്തതുകൊണ്ട്. അതുകൊണ്ട് മര്യാദയ്ക്ക് ഇരുന്നോണെന്ന് പറഞ്ഞു. പുള്ളി അവിടെ മര്യാദയ്ക്ക് ഒരു കടയുടെ തന്നെ പോയിരുന്നു. ഇത്ര ഉള്ളു കാര്യം. മനസ്സിലായോ? അപ്പോൾ ഇതൊന്നും ഒക്കാഞ്ഞിട്ടൊന്നുമല്ല, ഈ പുസ്തകം അതിന് അനുവദിക്കാത്തതുകൊണ്ടാണ് ദൈവ കുഞ്ഞുങ്ങൾ ഒരു സൈഡിൽ കൂടെ അങ്ങ് മാറിപ്പോകുന്നത്. അപ്പോൾ അത് ഓർത്ത് ഒന്ന് വിട്ട് കളഞ്ഞാൽ അങ്ങ് പൊക്കോളും. അല്ല വലിയ മസിൽ പിടുത്തം ഒന്നും ഇവിടെ ആരും പിടിക്കരുത്. കാരണം ഇത് കൽപ്പിച്ചത് യേശുവാണ്.
ഇവിടെയുള്ള ഏതെങ്കിലും അണ്ണന്മാർ പറയാൻ പറഞ്ഞാണെങ്കിൽ അങ്ങ് നിർത്തിയേക്കാൻ പറ്റില്ല. ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു ആമേൻ ശിഷ്യഗണത്തിന് പ്രത്യക്ഷനായിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു. മത്തായി സുവിശേഷം 28:18 യേശു അടുത്തു ചെന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കണം. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആരാ പറഞ്ഞ സുവിശേഷം അറിയിക്കാൻ? യേശു. ഷമീറിനോടാണോ പറഞ്ഞേ? സിയാദിനോടാണോ പറഞ്ഞേ? നാരായണൻകുട്ടിയോടാണോ പറഞ്ഞേ? അല്ല. പാരമ്പര്യം പറയുന്ന സ്വന്തം ക്രിസ്ത്യാനിയോട്, പത്രോസ്ലീഹായോടും കൂട്ടരോടുമാണ് പറഞ്ഞത്, പുറപ്പെട്ടു പോയി പറയടാന്ന്. പാരമ്പര്യം പറയുന്നവർക്ക് ഇനി നേരമില്ല. ഇത് ഇച്ചിച്ചിയായിട്ട് തോന്നിയപ്പോൾ തമ്പുരാൻ പറഞ്ഞു, നിങ്ങൾ മിണ്ടാതിരുന്നാൽ ഈ കല്ലുകൾ എനിക്ക് വേണ്ടി ആർപ്പ് വിളിക്കുമെന്ന്. പാരമ്പര്യം പറയുന്നവന് ഇത് വേണ്ടാന്ന് തോന്നിയപ്പോൾ ഷമീറിനെയും സിയാദിനെയും നസീറിനെയും നാരായണനെയും ഗോപാലകൃഷ്ണനെയും ഉണ്ണികൃഷ്ണനെയൊക്കെ തമ്പുരാൻ അങ്ങനെ മെനഞ്ഞിറക്കിയിരിക്കുകയാണ്. ഞങ്ങളിങ്ങനെ മിന്നിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. മനസ്സിലാകുന്നുണ്ടോ? യേശു അടുത്ത് ചെന്നു, സകല സൃഷ്ടിയോടും സുവിശേഷം അറിയിക്കണമെന്ന് പറഞ്ഞു. ഒന്ന് പറഞ്ഞേ, എന്തറിയിക്കണം എന്നാ പറഞ്ഞേ? അല്ല, എന്താ ഈ സുവിശേഷം? നിങ്ങൾക്കറിയോ? ഒരു മിനിറ്റ് ഒന്ന് ശ്രദ്ധിച്ചേ. ഞാൻ പെന്തക്കോസുകാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം, എല്ലാം അങ്ങ് പറയാതിരുന്ന നോക്കത്തില്ല. ഒരു കാര്യം പറയാം, ശ്രദ്ധിച്ചേ. എന്താ ഈ സുവിശേഷമെന്ന് ലളിതമായിട്ടൊന്ന് പറയാം, ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. പിന്നെ സാമുവൽ അച്ചായൻ, ഇച്ചിരി നേരത്തേക്ക് ഞാൻ പാസ്റ്റർ പദവിയൊക്കെ മാറ്റി വെച്ചൊരു ഉദാഹരണം പറയാം. അച്ചായൻ ബാങ്കിൽ നിന്നൊരു 20 ലക്ഷം രൂപ ലോൺ എടുത്തൊന്ന് വെക്കുക. തിരിച്ചടയ്ക്കാൻ നിവൃത്തിയില്ലാതെ പുള്ളിക്കാരന് ജപ്തി നോട്ടീസ്, ഇവിടെ ജപ്തി നോട്ടീസ് വന്നു. ജപ്തി നോട്ടീസ് വന്ന് അടുത്ത ശനിയാഴ്ച രാവിലെ 10 മണിക്ക് കുടുംബത്തിൽ നിന്ന് ഇറക്കി വിടുമെന്ന് ജപ്തി കൊണ്ട് മതിലെ ഒട്ടിച്ചു. മനസ്സിലായേ? അപ്പം ഇത് കണ്ടിട്ട് സാമുവൽ അച്ചായൻ്റെ നെഞ്ച് പടഞ്ഞു. ഇല്ല, ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ ഞാൻ ഇറക്കപ്പെട്ടാൽ പിന്നെ ജീവിച്ചിരിക്കുന്നത് അർത്ഥമില്ല. അതുകൊണ്ട് അടുത്ത ശനിയാഴ്ച 10 മണിക്കുള്ള ശുഭമുഹൂർത്തത്തിൽ ബാങ്കുകാർ ഇറക്കി വിടുന്ന അതേ സമയം ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ പത്തനംതിട്ടയിൽ ഒരു ഹോട്ടലിൽ പോയി റൂം എടുത്തു തൂങ്ങിച്ചാകാൻ വേണ്ടി. അടുത്ത ശനിയാഴ്ച രാവിലെ മരിക്കും. മരണവും കാത്ത് പുള്ളിക്കാരൻ റൂമിൽ കിടക്കുന്നു. ഈ വിവരം ആരറിഞ്ഞെന്നറിയാമോ? നമ്മുടെ അച്ചാൻ്റെ പേരെന്തായിരുന്നു? അലക്സാണ്ടർ അച്ചായൻ അറിഞ്ഞു. അലക്സാണ്ടർ അച്ചായൻ അറിഞ്ഞപ്പോൾ സാമുവേലിൻ്റെ പേരിലുണ്ടായിരുന്ന മുഴുവൻ കടവും ആര് പോയി വീട്ടി? പറ. അലക്സാണ്ടർ അച്ചായൻ പോയി വീട്ടി. ഇനി ഈ പുള്ളിക്ക് അന്തസ്സായിട്ട് തല ഉയർത്തി ഇവിടെ ഇറങ്ങി നടക്കാം, ഒരു പ്രശ്നവുമില്ല. എല്ലാ കടവും മറ്റേ പുള്ളി തീർത്തിട്ടുണ്ട്, അല്ലേ? ഇനി തല ഉയർത്തി പിടിച്ച് ഇവിടെ ഇറങ്ങി നടക്കാം. ഇതാണ് സ്ഥിതി. പക്ഷേ ഈ സ്ഥിതി ആരറിയുന്നില്ല. അലക്സാണ്ടർ അച്ചായൻ കടം തീർത്തെന്ന് ഞാൻ ഫ്രീ ആയെന്നുള്ള വിഷയം ആരറിയുന്നില്ല? സാമുവൽ അച്ചായൻ അറിയുന്നില്ല. പുള്ളി മരണം കാത്ത് ശനിയാഴ്ച ആകാൻ വേണ്ടി മരണം കാത്ത് ഹോട്ടൽ റൂമിലിരിക്കുകയാണ്. ഈ നല്ല വാർത്ത, ഈ കടം തീർത്ത സുവിശേഷം, ഗുഡ് ന്യൂസ് സാമുവേലിനെ ഒന്ന് അറിയിക്കണമല്ലോ. അപ്പം കടം തീർത്തയാൾ എന്ത് ചെയ്തു? ചാക്കോച്ചനെ വിളിച്ചു. ചാക്കോ ഇഞ്ഞു വാടാ എന്ന് വിളിച്ചു. ചാക്കോച്ച, നമ്മുടെ സാമുവേൽ മരണം കാത്ത് അവിടെ കിടക്കുക, ജാകാനെങ്ങാണ്ട് പോയി അവിടെ കണ്ടിരിക്കുകയാണ്. നീ അവനോട് ചെന്ന് പറ, അവൻ്റെ പേരുള്ള മുഴുവൻ കടവും ഞാൻ തീർത്തു. ഇനി നീ ഫ്രീ ആണ്. നീ അന്തസ്സായിട്ട് തല ഉയർത്തിപ്പിടിച്ച് നടന്നോ, ഒരു പ്രശ്നവുമില്ല. പിന്നെ ഒരു ഉപദേശം കൂടെ കൊടുത്തേക്കണം. ഇനി മേലാലെങ്കിലും ഈ തരം വിവരക്കേട് എടുത്തിയാട്ടം കാണിച്ച് കടം ഉണ്ടാക്കി വെക്കരുന്ന് ഒരു താക്കീതും കൂടെ ഞാൻ പറഞ്ഞെന്ന് അവനോട് പറഞ്ഞേക്കെന്ന് പറഞ്ഞൊരു ഉപദേശം കൂടെ പറയാൻ ആരെ പറഞ്ഞു വിട്ടു? ചാക്കോച്ചനെ പറഞ്ഞു വിട്ടു. ഇപ്പോൾ കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി. ഈ ചാക്കോച്ചൻ അവിടെ ചെന്ന് കോളിംഗ് ബെല്ലടിച്ചു ഹോട്ടൽ റൂമിൽ. അപ്പം സാമുവൽ അച്ചാൻ പയ്യെ ഇങ്ങനെ കതക് ഇങ്ങനെ തുറന്നു. ഉടനെ ചാക്കോച്ചൻ, സാമുവലല്ലേ? അതെ. ചില കടഭാരത്തിൻ്റെ മണ്ഡലങ്ങൾ എന്നെ കാണിക്കുന്നു. നീ മരിക്കാൻ കാത്തിരിക്കുന്നതായിട്ട് എന്നെ കാണിക്കുന്നു. ഭയപ്പെടണ്ട, ചില ബന്ധനമുണ്ട്. ഒരു 3 ദിവസം വിഷയത്തിൻ്റെ പുറത്ത് കയറിയിരിക്കണം. കെട്ടഴിക്കാം. സത്യത്തിൽ ഇവനെ എന്തിനാ വിട്ടെ? കട ഒരുത്തൻ തീർത്തു. ആ നല്ല വാർത്ത ഒന്ന് പോയി പറയാനാണ് ഇതിയാനെ അയച്ചത്. ഇതിയാൻ ചെന്നിട്ട് കെട്ട്, ബന്ധനം. ഇതല്ലേ ഇന്നും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയെങ്കിലും തലേ കയറുമോ? കുറേ പണം കൊണ്ട് കളഞ്ഞ്, കുറേ നഷ്ടപ്പെടുത്തി. ഇതൊക്കെ ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പറയണ്ട, ഗതിയില്ലാത്തതുകൊണ്ട് ഞാൻ പബ്ലിക് മീറ്റിൽ അങ്ങ് പറഞ്ഞു. അത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഷമീർ പാർസിൻ്റെ പ്രസംഗം ആകത്തില്ലത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ, ഇനിയെങ്കിലും അബദ്ധം പറ്റരുത്. കടം ഒരുത്തൻ തീർത്തു. ആ തീർത്തവനെ നീ സ്വീകരിക്കുമ്പോൾ നീയും അവനും തമ്മിലുള്ള ബന്ധം അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധമാണ്. മനസ്സിലായോ? സ്വർഗത്തിലെ ദൈവത്തെ പിതാവെന്ന് വിളിക്കാനുള്ള ബന്ധം നിനക്കും ദൈവത്തിനും തമ്മിലായി തീരുകയാണ്. മനസ്സിലായോ? എന്നിട്ട് നമ്മളിപ്പോഴും എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ?
എൻ്റെ പപ്പയ്ക്ക് എന്നോട് സംസാരിക്കാൻ ഇഷ്ടമില്ല. എൻ്റെ പപ്പ, എൻ്റെ അപ്പൻ എന്നോട് സംസാരിക്കാൻ ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ അച്ചാനടുത്ത് പോയി പറയാം, അച്ഛാ എൻ്റെ പപ്പായോട് എന്നെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്ന് പപ്പ ചോദിക്കണം. എങ്ങനെയുണ്ട്? ചിലർക്ക് തലേ കയറി. എന്ന് വെച്ചാൽ സ്വന്തം അപ്പനോടൊരു സൈക്കിൾ വേണമെന്ന് പറയാൻ മോന് പറ്റാത്തതുകൊണ്ട് മോൻ അയലത്തെ വീട്ടിലെ ചന്ദ്രൻ ചേട്ടനോട് പോയി പറയാം, എനിക്കൊരു സൈക്കിൾ മേടിച്ച് തരാൻ ചന്ദ്രൻ ചേട്ടൻ എന്ന് പറയുമോ? ഈ ഗതികേടാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ദൈവത്തെ പിതാവെന്ന് വിളിക്കാൻ ഏത് സമയത്തും ധൈര്യത്തോടെ കൃപാസനത്തിങ്കൽ അടുത്തു വരുവാൻ പുത്രത്വത്തിൻ്റെ ആത്മാവിനെ എനിക്ക് നിനക്ക് തന്നു. അതുകൊണ്ട് അപ്പൻ എന്ന് പദവിയിൽ കർത്താവിനോട് ചേർന്നിരിക്കാൻ നിനക്ക് അവകാശമുണ്ട്. നിന്റെ പ്രാർത്ഥനാ മുറിയിൽ നിന്നോട് മിണ്ടാൻ നിന്റെ അപ്പന് ഇഷ്ടമില്ലെങ്കിൽ നിന്നെക്കുറിച്ച് പിന്നെ വേറെ ആരോടാ പറയണേ? പക്ഷെ നമുക്ക് ഇരിക്കാൻ സമയം വേണ്ടേ? നമ്മളപ്പനോട് മിണ്ടാൻ നമുക്ക് സമയമില്ലല്ലോ. അതുകൊണ്ട് ഈ യാഥാർത്ഥ്യം ഒന്ന് തിരിച്ചറിയാൻ വേണ്ടി ഒരു വാക്ക് പറഞ്ഞു വിട്ടെ. എന്നാണെങ്കിലും കുറേയൊക്കെ പണം പോകാതിരിക്കട്ടെ. ശ്രദ്ധിക്കുക. അപ്പോൾ യേശു അടുത്തു ചെന്നു സകല സൃഷ്ടികളോട് സുവിശേഷം അറിയിക്കണമെന്ന് ശിഷ്യഗണത്തിന് അന്ത്യകൽപ്പന കൈമാറി. അവിടെ നിന്ന് അടുത്തൊരു ചിന്ത പറഞ്ഞ് അവസാനിപ്പിക്കുക. ശിഷ്യഗണം ഈ കൽപ്പനയും ഏറ്റെടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്ന രംഗം. സ്വർഗാരോഹണം ചെയ്ത് കർത്താവ് അങ്ങോട്ട് ഉയർന്ന് മേഘങ്ങളിൽ മറഞ്ഞപ്പോൾ അതാ സ്വർഗത്തിൽ നിന്ന് ദൂതന്മാരിറങ്ങി വന്നു. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ ഇറങ്ങി വന്ന ദൂതന്മാർ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്ന ശിഷ്യന്മാരോടൊരു വാചകം പറഞ്ഞു. എന്താണെന്നറിയാമോ? വായിച്ചു കേൾക്കാം. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം 11-ാമത്തെ വാക്യം. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞു. നിങ്ങൾ കണ്ടതുപോലെ തന്നെ ഈ യേശു വീണ്ടും മടങ്ങി വരും. ഇന്ന് രാത്രി കൂടൽ ദേശമേ, യേശു വീണ്ടും മടങ്ങി വരാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ സകല മീഡിയകളും ഒരു വാർത്ത പറഞ്ഞു. സൂര്യൻ്റെ ഒരു ഭാഗം അടർന്ന് ഭൂമിക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇത് ഭൂമിയിൽ വന്ന് പതിക്കോ എന്താകുമോ എന്നറിയാതെ ആളുകൾ ടെൻഷൻ അടിച്ചിരിക്കുന്നു എന്ന് നാസ പുറത്തു വിട്ട വാർത്തയാണെന്ന് അവർ പറഞ്ഞത്. അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന ആരെങ്കിലും നോക്കി പറഞ്ഞതല്ല, നാസ പുറത്തു വിട്ട വാർത്ത എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പറഞ്ഞത്. ആമേൻ. എല്ലാവരും പരിഭ്രമത്തിൽ ചർച്ച നടത്തുമ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവകുഞ്ഞുങ്ങൾക്കൊരു പരിഭ്രമവുമില്ല, അവർക്കൊരു ചർച്ചയുമില്ല. അവരിത് കേൾക്കുമ്പോൾ പറയും, ഒന്നും ഭാരപ്പെടണ്ട, കർത്താവിൻ്റെ വരവിതാ വാതിക്കലെടുത്തിരിക്കുന്നു. യേശു വരാറായി, യേശു മടങ്ങി വരാൻ പോവുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ദേശമേ, ജീവനുള്ള ദൈവത്തിങ്കലേക്ക് തിരിയുവീൻ. യേശു മടങ്ങി വരുമെന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ട് ശിഷ്യന്മാരെന്ത് ചെയ്തു? ഒന്ന് വായിച്ചു കൊടുത്തേച്ചാ. ശിഷ്യന്മാരെന്താ ചെയ്തത്? അവർ യെരുശലേമിന് സമീപത്ത് ഒരു ശബത്ത് ദിവസത്തെ വഴി ദൂരമുള്ള ഒലിവുമല വിട്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത മാളിക മുറിയിൽ കയറിപ്പോയി. ശ്രദ്ധിച്ചു കേട്ടോണം. ഒരു 10 മിനിറ്റും കൂടെ ഉള്ളത് നമ്മുടെ സന്ദേശം. ശ്രദ്ധിച്ചു കേട്ടോണം. അവിടെ എത്തിയപ്പോൾ അവർ പാർത്തിരുന്ന മാളിക മുറിയിലേക്ക് കയറിപ്പോയവരുടെ പേര് വിവരങ്ങളൊന്ന് വായിക്കാൻ പോവുകയാണ്. കാത് തുറന്ന് കേട്ടോണം. പത്രോസ്, ഒന്നാമത്തെ മാർപ്പാപ്പ എന്ന് ചില ക്രിസ്ത്യാനികൾ പറയുന്ന പത്രോസ് ശ്ലീഹ, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമാസ് ശ്ലീഹ, ബർത്തലോമായി, മത്തായി, അൽഫായുടെ മകനായ യാക്കോബ്, എരിവുകാരനായ ശിമോൻ, യാക്കോബിന്റെ മകനായ യൂദാ ശ്ലീഹ, ഇവരെല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയോടും. യേശുവിന്റെ അമ്മയായ മറിയയോടും. അതെന്തിനാ നിങ്ങൾ വായിച്ചത്? നിങ്ങൾ അമ്മയില്ലാത്തവരല്ലേ പെന്തക്കോസുകാർ? എന്നാ അങ്ങനെ വായിച്ച്? പല ആളുകളും പറയുന്നത് നിങ്ങൾ അമ്മയില്ലാത്തവരാണെന്ന്. എന്നാൽ അമ്മയുണ്ടോ ഇല്ലയോ എന്ന് തെളിയിക്കാൻ പോവുക. കാതും കണ്ണും തുറന്ന് കണ്ടോ, ശ്രദ്ധിച്ചോ. യേശുവിന്റെ അമ്മയായ മറിയയോടും അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. ശ്രദ്ധിക്കുക. മാളിക മുറിയിൽ പ്രാർത്ഥിക്കാൻ കയറിപ്പോയവരുടെ കൂട്ടത്തിൽ പത്രോസ് ശ്ലീഹ, തോമാസ് ശ്ലീഹ, യൂദാസ് ശ്ലീഹ, യേശുവിന്റെ അമ്മയായ മറിയ, ശിഷ്യഗണം, മറ്റു സ്ത്രീകൾ, ഇവരെല്ലാം കൂടെ അവിടെ പോയിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ശരിയല്ലേ?
ഇനി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ എന്താ സംഭവിച്ചത്? 2-ാം അധ്യായം 1-ാം വാക്യം വായിച്ചോ. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ. എന്ത് വന്നപ്പോൾ? പെന്തക്കോസ്ത് നാൾ. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവരുടെ ഇടയിലേക്ക് കുറച്ച് പെന്തക്കോസ്തുകാർ വന്നപ്പോൾ എന്നാണോ? അല്ല. ആണോ? അമ്മയുടെ ശിഷ്യന്മാരുടെ ഇടയിലോട്ട് കുറച്ച് പെന്തക്കോസ്തുകാർ ട്രാക്റ്റും കൊണ്ട് കയറി ചെന്നാണോ? അല്ല. പെന്തക്കോസ്ത് നാൾ. ശ്രദ്ധിച്ചോ, പെന്തക്കോസ്ത് കാർ എന്നൊരു കാറുമില്ല. പെന്തക്കോസ്ത് നാൾ, ഡേ ഓഫ് പെന്തക്കോസ്റ്റ്, 50-ാം പെരുന്നാൾ, പെന്തക്കുസ്ത പെരുന്നാൾ ദിവസം വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്നൊരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. എന്ത് സംസാരിച്ചു തുടങ്ങി? അന്യഭാഷകളിൽ. ഈ അന്യഭാഷ സംസാരിക്കുന്ന കൂട്ടത്തെ ആ നാട്ടുകാരെന്തോ വിളിക്കുന്നേ? പെന്തക്കോസ്. അങ്ങനാണെങ്കിൽ അതിൻ്റെ അകത്തിരുന്ന് അന്യഭാഷ പറയുന്നു ആര്? മറിയ, 1-ാം തരം പെന്തക്കോസുകാരി. 1-ാം തരം പെന്തക്കോസുകാരൻ പത്രോസ്ലീഹ, 1-ാം തരം പെന്തക്കോസുകാരൻ തോമാസ്ലീഹ. മനസ്സിലായോ? അന്യഭാഷ പറയുന്ന കൂട്ടത്തെയാണ് പെന്തക്കോസ് എന്ന് വിളിക്കുന്നെങ്കിൽ പെന്തക്കോസിലാണ് മറിയ. അതുകൊണ്ട് ഇനി ആരെങ്കിലും അമ്മയില്ലെന്ന് പറഞ്ഞാൽ പറയണം, നിങ്ങളുടെ പള്ളി ഫോട്ടോയേ ഉള്ളൂ, ഞങ്ങളുടെ കൂടെ ജീവനോടിരുന്ന് ആരാധിച്ചോ. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ആമേൻ, നോക്ക്, എല്ലാവരും ആത്മാവ് നിറഞ്ഞവരായി അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അങ്ങനെ അന്യഭാഷയിൽ ആരാധിച്ചുകൊണ്ടവരിയ്ക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഒരാൾ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിന്നു. പത്രോസ്ലീഹ. അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? 2-ാം അധ്യായം 37-ാമത്തെ വാക്യം. പത്രോസിന്റെ പ്രസംഗം കേട്ടപ്പോൾ ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. പത്രോസിന്റെ പ്രസംഗം കേട്ടപ്പോൾ കേട്ടോണ്ട് നിന്നവർക്കൊക്കെ ഇക്കിളി കൊണ്ട് തലതല്ലി ചിരിച്ചെന്നാണോ? ആണോ? അല്ല. കേട്ടോണ്ടിരുന്നപ്പോൾ കേട്ടവരുടെ ചങ്കത്ത് കത്തിയേറി. ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും സദ്യഭജ്ജ മാംസങ്ങളെ വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്ന ജീവന്റെ വചനം അവരുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് കയറി കുത്തുകൊണ്ടു. കണ്ടോ? അപ്പൊ കുത്തുകൊണ്ടെങ്കിൽ ഓർത്തോണം, പ്രസംഗിക്കുന്ന ആള് പരിശുദ്ധാത്മാവില്ല. മനസ്സിലായോ? നമുക്ക് ഈ കുത്തുകൊള്ളുന്ന പ്രസംഗമൊന്നും ഇപ്പം വേണ്ട. ഇപ്പം നമ്മുടെ കൺവെൻഷനൊക്കെ കഴിഞ്ഞ് എല്ലാവരും വീട്ടിലോട്ട് പോകുമ്പം സഹോദരിമാരെ ഫോൺ ബെല്ലടിച്ച്, എന്നാടി ഫോൺ വിളിച്ചിട്ട് എടുക്കാൻ? അയ്യോ, ഞാൻ കൺവെൻഷനിലായിരുന്നു, അതുകൊണ്ടാണ് എടുക്കാൻ. ആണോ? ഏത് കൺവെൻഷൻ? ഇന്നടുത്ത് ഇന്ന ആൾ വന്ന കൺവെൻഷൻ. എങ്ങനെ ഉണ്ടായിരുന്നു? അയ്യോ, വരണമായിരുന്നടി, ചിരിച്ചു പാടുക. ഇങ്ങനെ ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ടിപ്പം ജനം ചിരിക്കാനാണ് വരുന്നത് മനസ്സിലാക്കി പ്രസംഗം എന്ത് ചെയ്യാൻ തുടങ്ങി? ചിരിപ്പിക്കാൻ തുടങ്ങി. സുവിശേഷത്തിൻ്റെ ഗൗരവം എവിടെയോ നഷ്ടപ്പെട്ടു പോയി. ഇന്ന് രാത്രി പറയാം, സുവിശേഷം ചിരിപ്പിക്കുന്ന പരിപാടിയല്ല, പകരം വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പത്രോസ്ലീഹ ദൈവാത്മാവിൽ ദൈവവചനം പ്രസംഗിക്കുമ്പോൾ അത് കേട്ടവരുടെ ചങ്കത്ത് കത്തുകയറി കുത്തുകൊണ്ടവരെല്ലാം കൂടെ എന്ത് ചെയ്തു? കമ്മിറ്റി കൂടി ഉപദേശിയുടെ കൊങ്ങാക്കി പിടിച്ചതാണോ? അല്ല, പിന്നെ എന്നാ വായിച്ചോളൂ. പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും സഹോദരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. കുത്തുകൊണ്ടവരെല്ലാം കൂടെ നെഞ്ചി കൈവച്ചുകൊണ്ട് ചോദിച്ചു, ദൈവദാസന്, നിങ്ങൾ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ വാചകവും എൻ്റെ ഹൃദയത്തിനകത്ത് ദൈവാത്മാവ് കുത്തുകയായിരുന്നു. നിങ്ങൾ ഓരോന്ന് പറയുമ്പോഴും ദൈവം എന്നോട് ഇടപെടുകയായിരുന്നു. പറ, ഞാൻ എന്താ ചെയ്യേണ്ടത്? പത്രോസ് അവരോട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. കണ്ടോ? നിങ്ങൾ ഓരോരുത്തരും എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. എന്നിട്ട് നിങ്ങളുടെ അകത്ത് കയറിയ പാപമുണ്ടല്ലോ, ആദ്യം വായിച്ച ഇരുട്ട്, ആ പാപമെന്ന് പറയുന്ന ഇരുട്ട് നിങ്ങളിൽ നിന്ന് പുറത്തു പോകണമെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, ഒരു നാണയത്തൊട്ട് കൊടുക്കേണ്ട, 1 കിലോമീറ്റർ നടക്കേണ്ട, ഒരു മെഴുകുതിരി കത്തിക്കേണ്ട, ഒന്നും ചെയ്യേണ്ട. നിങ്ങൾ മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റാൽ മതിയെന്ന്. പെന്തിക്കോസുകാരൻ്റെ വാക്കല്ലത്, പത്രോസ്ലീഹായുടെ പ്രസ്താവന. മനസ്സിലായോ? മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ടാൽ പാപമോചനം തരാമെന്ന് പുസ്തകത്തെ വെണ്ടയ്ക്കാവൽ എഴുതി വെച്ചിരിക്കുമ്പോൾ പുസ്തകമെടുത്ത് ഷോക്കേഴ്സിൽ വെച്ച് കറണ്ട് ചാർജിൻ്റെ കോപ്പിയും കറവടച്ചൻ്റെ രസീതും തൊഴിലുറപ്പിൻ്റെ ചീട്ടും നോട്ടീസും ചെമ്പരത്തിപ്പും പറിച്ചിട്ട് ചന്ദനത്തിരിയും കത്തിച്ച് പുകച്ച് പുസ്തകമെടുത്ത് ഷോക്കേഴ്സിൽ വെച്ചേച്ച് ജീവിക്കുന്ന കാലം മുതൽ ചാകാൻ കിടക്കുന്നിടം വരെ ഭാവിയായ ഞങ്ങൾ. ഇവിടെ പുസ്തകം പറയുന്നു, മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റാൽ പാപമോചനം തരാം. ഏതു വേണം? ജീവിതകാലം മുഴുവൻ പാപിയാ ഞങ്ങൾ, ചാകാൻ കട്ടിലേക്ക് കിടന്നപ്പോഴും പാപി, ചത്തപ്പോഴും
പാപികൾ സ്വർഗരാജ്യം. പിന്നെ അത് ഞാൻ എങ്ങോട്ട് പോകുമെന്ന് അത് ഞാനും അറിയത്തില്ല. അതുകൊണ്ട് വേദപുസ്തകം വ്യക്തമായി പത്രോസ്ലീഹ വിളിച്ചു പറയുകയാണ്, മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടുവീൻ. എങ്ങനെ സ്നാനപ്പെടണം? അപ്പം ചില ആളുകൾ പറയും, അല്ല ഞങ്ങൾ പിന്നെ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ സ്നാനപ്പെട്ടിട്ടുണ്ട്. എപ്പോഴാ? കുഞ്ഞാവേ ആയിരുന്നപ്പം. അപ്പം മാനസാന്തരമോ അത് വളരുമ്പം മതിയെന്ന്. ഇന്ന് നിങ്ങളെല്ലാം കുളിച്ചോ? കുളിച്ചു. തല തോർത്തിയോ? തോർത്തി. വർഷങ്ങളായിട്ട് ഇത് തന്നെയല്ലേ? നാളെ തൊട്ടൊരു ചേഞ്ച്. ആദ്യം തല തോർത്ത്, പിന്നെ കുളിക്കാം. എന്നാ ഒരു ചേഞ്ച് ആർക്കാ ഇഷ്ടമല്ലാത്ത? കുളിയൊക്കെ നടക്കും, പക്ഷെ പിന്നെ എന്ത് ചെയ്യണം? തോർത്തണം. നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം തല തിരിച്ച പ്രശ്നമാണെങ്കിൽ, ആകാശം മാറിയാലും ഭൂമി ഒഴിഞ്ഞു പോയാലും വള്ളിപുള്ളി മാറ്റം വരാത്ത ദൈവവചനമാരും തലതിരിച്ചു പഠിപ്പിക്കേണ്ട. മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടണമെന്ന് വേദപുസ്തകത്തിൻ്റെ പ്രമാണമെങ്കിൽ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടണം. അപ്പോൾ അടുത്തൊരു ചോദ്യം, അത് ഞങ്ങൾ കുഞ്ഞായിരുന്നപ്പം മാനസാന്തരപ്പെട്ടില്ലേലും പുറകിലൊരാൾ വേറെ അതിനെ നിർത്തിയിട്ടുണ്ടെന്ന്. കല്യാണത്തിന് പോയിട്ടുണ്ടോ? പള്ളികളിൽ ഉണ്ട്. പള്ളിയിൽ കല്യാണത്തിന് പോകുമ്പോൾ ബഹുമാനപ്പെട്ട അച്ഛൻ അവിടെ നിന്നോട് പെണ്ണിനോട് ഇങ്ങനെ ചോദിക്കാറുണ്ട്, ആമേൻ, പ്രിയ സൂസമ്മയെ, നിന്റെ വലത്തു ഭാഗത്തു നിൽക്കുന്ന ജേക്കബിൻ്റെ ശോശാമ്മയുടെ മകൻ സണ്ണിക്കുട്ടിയെ വിവാഹം കഴിക്കാൻ നിനക്ക് സമ്മതമാണോ? ചോദിക്കാറില്ലേ? ഉണ്ട്. അന്നേരം ഈ പെണ്ണിൻ്റെ അച്ഛൻ, പള്ളിയിലെ അച്ഛനല്ല, പെണ്ണിൻ്റെ അച്ഛൻ പിറകെ നിന്നുകൊണ്ട് പറയാ, സമ്മതമാണ്, കെട്ടിക്കുമോ? സ്വന്തം അച്ഛനാ, കെട്ടിക്കൂല. അച്ഛൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ വീണ്ടും ചോദിച്ചു, പറയൂ സൂസമ്മയെ, നിന്റെ വലത്തു ഭാഗത്ത് നിൽക്കുന്ന ജേക്കബിൻ്റെ ശോശാമ്മയുടെ മകൻ സണ്ണിക്കുട്ടിയെ വിവാഹം കഴിക്കാൻ നിനക്ക് സമ്മതമാണോ? ഉടനെ പെണ്ണിൻ്റെ അമ്മ അവിടെ നിന്ന് ആന്നോ അവളാ കെട്ടണോ എന്ന് പറഞ്ഞ് നടന്നേ. കെട്ടിച്ചാ അങ്ങോട്ട്? കെട്ടിക്കോ? പറ. ഇല്ല. ഈ ലോകത്തിലെ മണവാട്ടിയാകാൻ പെറ്റതള്ള പറഞ്ഞാൽ പോരെങ്കിൽ, ജനിപ്പിച്ച അപ്പൻ പറഞ്ഞാൽ പോരെങ്കിൽ, സ്വർഗത്തിലെ മണവാട്ടിയാകാൻ, കുഞ്ഞാടിൻ്റെ മണവാട്ടിയാകാൻ, കുഞ്ഞാടിൻ്റെ കല്യാണം വരുന്നുവല്ലോ, അവൻ്റെ കാന്ത മണവാട്ടി തന്നെത്താൻ ഒരുങ്ങിയിരിക്കുന്നു വചനം എഴുതിയിരിക്കുമ്പോൾ, നിങ്ങളെ ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നെന്ന് പൗലോസ്ലീഹ പറയുമ്പോൾ, സ്വർഗത്തിലെ കുഞ്ഞാടിൻ്റെ മണവാട്ടിയാകാൻ പകരക്കാർ പറഞ്ഞാലൊക്കത്തില്ല, നീ പറയണം. അതാണ് മാനസാന്തരം. അല്ലാതെ മാനസാന്തരം പേപ്പറിൽ എഴുതി കാണിച്ചാൽ പോലും മനസ്സിലാകാത്ത കൊച്ചിനെടുത്തൊക്കെ ചെന്നേക്ക് 2000 വർഷം കർത്താവായ യേശു ക്രിസ്തു നിന്റെ പാപത്തിന് വേണ്ടി വന്നെന്ന്, മരിച്ചു, അടക്കപ്പെട്ടെന്ന്, ഉയർത്തെഴുന്നേരുന്നും നിന്നെ ചേർക്കാൻ വീണ്ടും വരുമെന്നും കുഞ്ഞെ നീ വിശ്വസിക്കുന്നുവോ? കുഞ്ഞ് അല്ലേ? കുഞ്ഞ് വാ തുറന്ന് പറയണം, യെസ് ഐ ബിലീവ് ദാറ്റ്, ഞാൻ വിശ്വസിക്കുന്നു. സ്നാനപ്പെടുത്തിക്കോ. അതാണ് പുസ്തകത്തിൻ്റെ പ്രമാണം. അപ്പം ചില ആളുകൾ എടുത്ത് ഒരു കുടുക്ക്, പക്ഷേ ഞങ്ങളെ അങ്ങനെയൊന്നും പറ്റിക്കണ്ട. എന്നാ ക്രൂശിലെ കള്ളൻ സ്നാനപ്പെട്ടില്ലല്ലോ. ഒരിക്കൽ ഒരാൾ വന്ന് എന്നോട് ചോദിക്കുക, പക്ഷേ ക്രൂശിലെ കള്ളൻ സ്നാനപ്പെട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞു, കള്ളനാണെന്ന് ഞാൻ അറിഞ്ഞില്ല, സ്നാനപ്പെടേണ്ടത്. കള്ളന്മാരാരും എൻ്റെ പ്രിയപ്പെട്ടവർ എത്ര ബാലിശമാണ്. ക്രൂശിലെ കള്ളൻ സ്നാനപ്പെട്ടില്ലോ, സത്യമാണ്. പക്ഷെ ഒരു കാര്യം തിരിച്ചറിയണം, ക്രൂശിക്കപ്പെട്ട കള്ളൻ ന്യായപ്രമാണ യുഗത്തിലാണോ മരിച്ചത്, കൃപായുഗത്തിലാണോ? അതിനിപ്പോൾ ന്യായപ്രമാണ യുഗം ഏതാ, കൃപായുഗം ഏതാണെന്ന് അറിയാതിരിക്കുന്നതിനോട് ചോദിച്ചാൽ പറയാം. ആമേൻ. മോശ മുതൽ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് വരെയുള്ളവർ ന്യായപ്രമാണത്തിൻ കീഴെയും, യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് മുതൽ വീണ്ടും വരവ് വരെയുള്ളവർ കൃപയാലുള്ള രക്ഷായുഗത്തിലും. ഇതിലേതിലാ കള്ളം മരിച്ചെന്ന് പറഞ്ഞാൽ മതി. യേശു ഉയർത്തതിന് ശേഷമാണോ പുള്ളി മരിച്ചേ? അല്ല, ന്യായപ്രമാണത്തിന് കീഴില. ന്യായപ്രമാണത്തിന് കീഴെ ജീവിക്കുന്നവനോടെ സ്നാപക യോഹന്നാൻ വിളിച്ചു പറഞ്ഞ ദൂതെന്താ? സർപ്പസന്തതികളെ മാനസാന്തരപ്പെടുവീൻ. ആ മാനസാന്തരമാണ് അങ്ങേർക്ക് ക്രൂശി വെച്ചുണ്ടായത്. എന്നാൽ കൃപായുഗത്തിൽ ജീവിക്കുന്ന എന്നോടും നിന്നോടും പത്രോസ്ലീഹ വിളിച്ചു പറഞ്ഞെന്താ? മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിനായി സ്നാനമേൽക്കാൻ. അതല്ലേ നിന്നോട് പറഞ്ഞുകൊണ്ടിരിക്കണേ. നീ അപ്പം ന്യായപ്രമാണത്തിലെ കള്ളനെ പിടിച്ചുകൊണ്ടിരിക്കുക. തലയ്ക്കകത്ത് കയറുന്നെങ്കിൽ ഒന്ന് തിരിച്ചറിയുക, മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിനായി സ്നാനമേൽക്ക്. അതുകൊണ്ടാണ് ബെന്തിക്കോസുകാർ പോത്തിനെ കുളിപ്പിക്കുന്ന വെള്ളത്തിൽ ഇറങ്ങുന്നത്. മനസ്സിലായോ? മാനസാന്തരപ്പെട്ട് സ്നാനമേൽപ്പിൻ. വായിച്ചു നിർത്താം. എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. അതാ ഞാൻ വായിച്ചേ. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. അടുത്തത്, മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞു അവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന്
രക്ഷപ്പെടുവീൻ. രക്ഷപ്പെടുവെന്നല്ല, രക്ഷിക്കപ്പെടുവീൻ എന്ന് പറഞ്ഞു. അതെന്താ എടുത്തു പറഞ്ഞെന്നറിയാമോ? ഈ രണ്ട് കൂട്ടരുണ്ട് പള്ളിക്കകത്ത് വരുന്നത്. ഒന്ന് രക്ഷപ്പെടാൻ വരുന്നവരും, രണ്ട് രക്ഷപ്പെടാൻ വരുന്നവർ 6 മാസം വരും. അവിടെ പോയിട്ട് വലിയ ഗുണമൊന്നും ഇല്ല, അവരവരെ വഴിക്ക് തിരിച്ചു പോകും. രക്ഷപ്പെടാൻ വന്നതാ, വിസ കിട്ടും, ജോലി കിട്ടും, കാറ് കിട്ടും, അങ്ങനെ. രക്ഷിക്കപ്പെട്ടവൻ നിത്യതയ്ക്ക് വേണ്ടി വന്നവനാ. കഴുത്തറുത്തിട്ടാലും അറിഞ്ഞ സത്യം വിട്ടവൻ പുറത്തോട്ട് പോകത്തില്ല. മനസ്സിലായോ? അതിൻ്റെ ഇടയ്ക്ക് നല്ലതും തീയതും, ഇതിനകത്ത് മൊത്തം നല്ല ആളുകൾ അങ്ങനൊന്നും ഞങ്ങൾ ആരും പറയത്തില്ല. നല്ലതും തീയതും എല്ലായിടത്തും ഉണ്ട്. ഇഷ്ടമില്ലാത്ത പലതും ഇതിൻ്റെ അകത്തുണ്ട്. ഇഷ്ടമില്ലാത്ത എല്ലാം കൊണ്ട് നടക്കുന്നവരല്ലേ നമ്മൾ? ഇല്ലേ? നിങ്ങളെല്ലാം ഇഷ്ടമുള്ളത് മാത്രം കൊണ്ട് നടക്കുന്നവരാണോ? സത്യം പറ. ചിലർ ആണെന്ന്. തുപ്പൽ ഇഷ്ടമാണോ? തുപ്പൽ ഇഷ്ടമാണോ? തുപ്പി വെച്ചിട്ട് കൊള്ളാവല്ലോടി അങ്ങനെ പറയൂ? ഇല്ലല്ലോ, ഇഷ്ടമില്ലല്ലോ. എന്നാൽ മൊത്തം തുപ്പി വെച്ച് വന്നിരുന്നാൽ മതി. ഇപ്പോൾ പറ്റത്തില്ലല്ലോ, കൊണ്ടു കിടക്കുകയല്ലേ ഇത്, അല്ലേ? ഒത്തിരി ഉണ്ട് ഇഷ്ടപ്പെടാത്തത് കൊണ്ട്. പക്ഷേ ഇത് വിട്ടുപോകാൻ പറ്റാത്തതിൻ്റെ സത്യം നിത്യതയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചതുകൊണ്ട്. മനസ്സിലായോ? അല്ല, എല്ലാം പെർഫെക്റ്റ് ആണെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. ആമേൻ. നിത്യതയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചതാണ്. നിത്യതയെ കണ്ടുകൊണ്ട് ഇറങ്ങിയവൻ ഇവിടെ കാണും. വല്ല ഒപ്പിക്കാൻ വന്നവൻ ഒപ്പിച്ചിട്ട് പോവും. അത്രേ ഉള്ളൂ വ്യത്യാസം. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ആമേൻ പറഞ്ഞു, ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിനെന്ന് പറഞ്ഞു. അടുത്ത വാക്ക്, മറ്റു പല വാക്കുകളാലും അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. എത്ര പേര്? അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. ഒറ്റ പ്രസംഗം 3000-ഓളം പേര് രംഗത്ത് വന്ന് പറഞ്ഞു, പാസ്റ്റർ ഞങ്ങൾക്ക് സ്നാനപ്പെടണം. കണ്ടോ? ഒറ്റ പ്രസംഗം 3000 പേര് സ്നാനപ്പെടണം. അയ്യോ, ഇന്ന് 3000 പ്രസംഗം വന്നിരുന്ന് കേൾക്കും. എന്നാലും സ്നാനപ്പെടണമെന്ന് പറഞ്ഞാൽ പോത്തിനെ കുളിപ്പിക്കുന്ന പോലെ ഇങ്ങോട്ട് പൊട്ടിക്കോ, വലിച്ചോണ്ട് പോകും, അല്ലേ? വേണമെങ്കിൽ കൺവെൻഷൻ 2 ചാക്ക് അരി ഞാൻ മേടിച്ചു തരാം, എന്നാലും സ്നാനപ്പെടൂല. ആമേൻ. കസേരയുടെ ചിലവ് എൻ്റെ വക, സ്നാനപ്പെടൂല. ഇവിടെ പറയുന്നു ഒറ്റ പ്രസംഗം 3000-ഓളം പേര് സ്നാനമേറ്റ് അവരോട് ചേർന്നു. അപ്പൊ പത്രോസ് എന്ത് പറഞ്ഞു? അടുത്ത വാക്ക്, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും. നിൽക്കട്ടെ, പത്രോസ് എല്ലാവരും സ്നാനപ്പെട്ടോ? ഇനി ആരെങ്കിലും മുങ്ങാനുണ്ടോ? ഉണ്ടോ? ഇല്ല, എല്ലാവരും ഉണ്ട്. ഇനി എവിടെയെങ്കിലും ചെന്ന് കയറിക്കും. അങ്ങനെ പറഞ്ഞോ? ഇന്നത്തെ പാസന്മാരങ്ങനെ പറയും. നിങ്ങൾ മുങ്ങിയിട്ട് എവിടെ നിൽക്കുന്നെന്ന് വെച്ചാൽ അവിടെ അങ്ങ് അങ്ങനെ എവിടെയും ചെന്ന് കയറാൻ പറഞ്ഞില്ല. അവരപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. സ്നാനപ്പെട്ടവന് അപ്പോസ്തോലിക ഉപദേശം വേണം. ഉപദേശം വേണമെങ്കിൽ ഉപദേശം പഠിപ്പിക്കുന്നിടത്ത് പോകണം. അതുകൊണ്ടാണ് സ്നാനപ്പെട്ട ദൈവ കുഞ്ഞുങ്ങൾ വചനം ഉപദേശം കേൾക്കാൻ പോകുന്നത്. അല്ല, പള്ളിക്കാരൊക്കെ മോശക്കാരും ഇവിടെ ഉള്ളവർ മിടുക്കന്മാരായോണ്ടല്ല. ഉപദേശം അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. അടുത്തത്, കൂട്ടായ്മ ആചരിച്ചു. ഉപദേശം കേൾക്കണം. എവിടെ വരണം? കുഞ്ഞമ്മയുടെ മോളെ കല്യാണത്തിന് പോയാൽ ഒക്കത്തില്ല, കൂട്ടായ്മയ്ക്ക് വരണം. കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. ആ കൂട്ടത്തെ നോക്കി സ്വർഗം ഒരു പേര് വിളിച്ചു. 47-ാം വാക്യം വായിച്ച് പുസ്തകം അടച്ചു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ഒന്നുകൂടെ, കർത്താവ് രക്ഷിക്കപ്പെട്ടവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. മതി, പുസ്തകം അടച്ചു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിവസം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ആ കൂട്ടത്തെ നോക്കി സ്വർഗം വിളിച്ച പേരാണ് സഭ. മനസ്സിലായോ? ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ലെന്ന് പറഞ്ഞ സ്വർഗത്തിലെ കർത്താവിൻ്റെ സഭ. ഏതാ സഭ? വലിയ ഗോപുരമുള്ള പള്ളിയാണോ? അല്ല. രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം, സ്നാനപ്പെട്ടവരുടെ കൂട്ടം, ആത്മനിറവ് പ്രാപിച്ച കൂട്ടം, ഉപദേശമുള്ള കൂട്ടം, കൂട്ടായ്മ ആചരിക്കുന്ന കൂട്ടം, അപ്പം നുറുക്കുന്ന കൂട്ടം, പ്രാർത്ഥന കഴിക്കുന്ന കൂട്ടം. അത് പുഴവക്കത്ത് കൂടിയാലും മരച്ചോട്ടെ കൂടിയാലും കെട്ടിടത്തെ കൂടിയാലും ചന്തമൈതാനത്ത് കൂടിയാലും ആ കൂട്ടത്തെ നോക്കി സ്വർഗം വിളിക്കുന്ന പേരാണ് സഭ. ആ കൂട്ടത്തിനകത്ത് രാംലാൽ രാമചന്ദ്രനുണ്ട്, ഷമീർ അബ്ദുൽ സലാം ഉണ്ട്, സാമുവേൽ അച്ചായനുണ്ട്, അലക്സാണ്ടർ അച്ചായനുണ്ട്. ജാതി മത വർണ്ണവർഗ വ്യത്യാസമില്ലാതെ പ്രാർത്ഥിക്കുന്ന ദൈവ കുഞ്ഞുങ്ങൾ കൂടി വരുന്ന കൂട്ടം, അതാണ് ദൈവസഭ. ഒരു വാക്ക് പറഞ്ഞ് നിർത്തട്ടെ. ഈ പറയപ്പെട്ട സഭയെ ചേർക്കുവാനാണ് യേശു വീണ്ടും വെളിപ്പെടാൻ പോകും. നീ ഇതിനകത്തുണ്ടോ? നീ പോകും. നീ ഇതിനകത്തില്ലേ? നിന്റെ കാര്യം പോക്ക. ഇതാണ് വചനത്തിൻ്റെ മർമ്മം, ക്രിസ്തുവിൻ്റെ സുവിശേഷം. ആകയാൽ മാനസാന്തരപ്പെട്ട് പാപമോചനത്തിന് സ്നാനമേറ്റ് ആത്മനിറവ് പ്രാപിച്ച് ഉപദേശം ആചരിച്ച് കൂട്ടായ്മ ആചരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ച് കർത്താവിൻ്റെ വരവിനായി കാത്തിരിക്കുവാൻ ഈ സുവിശേഷം കൂടൽ ദേശത്തിന് അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളിൽ നിന്ന് വിരാമം കുറിക്കുന്നു. വിളിച്ചു പറയട്ടെ, ആമേൻ. മറ്റൊരുത്തനിലും രക്ഷയില്ല.
നാം രക്ഷ പ്രാപിപ്പാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തു എന്ന ഏക നാമമല്ലാതെ പോരാ, ഏക സത്യ സുവിശേഷമല്ലാതെ പോരാ, ഏക സത്യ നിത്യ ദൈവമല്ലാതെ മറ്റൊരു രക്ഷാമാർഗം ഇക്ഷിതിയിൽ ഇല്ലവേ ഇല്ല എന്നുറക്കെ വിളംബരം ചെയ്തുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു.